ഇന്നത്തെ ഭഗവത്ഗീത പ്രോഗ്രാമിലേക്ക് ഹാർദവമായി എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ഭഗവത്ഗീത 1-ാം അധ്യായം 39-ാമത്തെ ശ്ലോകമാണ് എടുക്കുന്നത്. ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കുന്ന ഒരു വ്യക്തിയെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടി ഇവിടെ ആഗതയായിരിക്കുന്നത് ഹെർ ഗ്രേസ് ഹരിപ്രിയ ദേവിദാസി മാതാജിയാണ്. മാതാജി ബേസിക്കലി ഡോക്ടറാണ്. തിരുവനന്തപുരത്ത് SUT ഹോസ്പിറ്റലിലെ ഒരു സീനിയർ മോസ്റ്റ് ഒരു ഫിസിഷ്യൻ എന്നുള്ള പോസ്റ്റിൽ നിന്നും വർഷങ്ങളായി സേവ ചെയ്തു വരുന്ന പ്രിയപ്പെട്ട ഡോക്ടർ ഹരിപ്രിയ മാതാജിയുടെ കൃപയാൽ ഇന്ന് നമുക്ക് നല്ലൊരു മനോഹരമായ ഒരു ഭഗവത്ഗീത ക്ലാസ് മാതാജിയുടെ നമുക്ക് കേൾക്കാം. മാതാജി ഹിസ് ഹോൾനെസ് സുദർശൻ ദാസ് അധികാരി മഹാരാജിന്റെ സീനിയർ മോസ്റ്റ് ശിഷ്യകളിൽ ഒരാളാണ്. ഇന്ന് മാതാജിയുടെ ഒരു ഗംഭീര ക്ലാസ് നമുക്ക് കേൾക്കാം. മാതാജിയുടെ നല്ല നല്ല ക്ലാസ്സുകൾ യൂട്യൂബിൽ അവൈലബിൾ ആണ്. നല്ല അടിപൊളി രാമായണത്തിനെ കുറിച്ചുള്ള ക്ലാസ്സുകളും ഭാഗവത്തിനെ കുറിച്ചുള്ള ക്ലാസ്സുകളെല്ലാം മാതാജിയുടെ യൂട്യൂബ് ചാനലായ ഭഗവത്ഗീത മാച്ച്ലെസ് ഗിഫ്റ്റ് എന്നുള്ള മനോഹരമായ ഒരു യൂട്യൂബ് ചാനലിൽ നിറച്ച് മാതാജിയുടെ ക്ലാസ്സസ് അവൈലബിൾ ആണ്. മാതാജിയുടെ വണ്ടർഫുൾ ആയിട്ടുള്ള ക്ലാസ് കേൾക്കാൻ നിങ്ങൾ ഓരോരുത്തരെയും ഇന്ന് ഞാൻ ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യും. താങ്ക് യു. സ്വാഗതം. ഹരേ കൃഷ്ണ. ഈ ഓൺലൈൻ ക്ലാസ്സിൽ നമ്മളോടൊപ്പം പങ്കെടുക്കുന്ന എല്ലാ ആൾക്കാർക്കും, ഇവിടെ നമ്മളോടൊപ്പം കൂടിയിരിക്കുന്ന എല്ലാ ആൾക്കാർക്കും റെഗുലർലി ഉള്ള ഭഗവത്ഗീത ക്ലാസ്സിലേക്ക് സ്വാഗതം. നിന്നെ പ്രഭു പരിചയപ്പെടുത്തി. സീനിയർ ഡിസൈപ്പിൾ എന്നൊക്കെ പറയുന്നത് ചുമ്മാതെയാണ്. പ്രഭുവിന്റെ അത്രയും സീനിയർ ഒന്നും അല്ല ഞാൻ. പ്രഭുവിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ ജൂനിയർ ആണ്. എന്നാലും താങ്ക് യു പ്രഭു. വളരെ നല്ല വാക്കുകളാണ്, നമ്മൾക്ക് ഇൻസ്പിറേഷൻ തരുന്ന വാക്കുകളാണ്. നമുക്ക് ഈ ഒരു ക്ലാസ് ഒരു ഏകദേശം ഒരു 8-9 മാസമായി തുടങ്ങിയെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ റെഗുലർ, അതായത് സീരിയൽ ഭഗവത്ഗീത, അതായത് ഭഗവത്ഗീത എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ടാകും. ഈ പുസ്തകം എന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിലും ഉണ്ടാകും, വായിച്ചിട്ടും ഉണ്ടാകും. മുഴുവൻ വായിച്ചവരാരെങ്കിലും ഉണ്ടാകും? ഫുൾ വായിച്ചവരും മനസ്സിൽ വായിച്ചിട്ടുണ്ട്. മാതാജി എല്ലാവരും വായിച്ചിട്ടുണ്ട്. എന്നാലും മറ്റുള്ളവരും പരിചയപ്പെട്ടിട്ടുണ്ടാകും. കാരണം നമ്മളുടെ ധർമ്മത്തില് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന്, അല്ലെങ്കിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു ഗ്രന്ഥമാണ് ഭഗവത്ഗീത എന്ന് പറയും. ഭഗവത്ഗീത സാധാരണ നമ്മള് ഭഗവത്ഗീതയെ അപ്രോച്ച് ചെയ്യുന്നത്, നമുക്ക് ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് നമ്മൾ ഇതുപോലെ NSS കരയോഗത്തിലൊക്കെ അച്ഛനും അമ്മയൊക്കെ അംഗങ്ങളാണ്. അതുകൊണ്ട് തന്നെ അവിടെ സൺഡേ സ്കൂളൊക്കെ നടത്താറുണ്ട്. ആ സമയത്ത് നമ്മൾക്ക് നമ്മളുടെ കൊച്ചുകാലത്തെ ടീച്ചർമാരൊക്കെ കൊച്ചൊരു ബുക്ക്, ഭഗവത്ഗീതയുടെ ഒരു ബുക്ക് ഉണ്ടാവും. ആ ബുക്കിൽ നിന്നാണ് നമ്മൾക്ക് ശ്ലോകങ്ങളും കാര്യങ്ങളും ഒക്കെ. നമ്മളെല്ലാവരും ശ്ലോകങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഹിന്ദുക്കളിൽ ആരും കേൾക്കാത്തവരുണ്ടാവില്ല. പക്ഷേ അത് കഴിഞ്ഞിട്ട് കുറച്ചുനാൾ കഴിയുമ്പോൾ അതും എല്ലാം വിട്ട് നമ്മളുടെ കുറച്ചും കൂടെ കഴിയുമ്പോഴേക്ക് നമ്മളുടെ പ്രായവും ഒക്കെ ആയി കഴിയുമ്പോൾ ഓരോരോ കാര്യങ്ങൾ വ്യാപൃതരായിക്കൊണ്ട് ഈ ഒരു ബുക്ക് എന്തിനാണ് നമ്മൾ പഠിച്ചതെന്ന് പോലും നമ്മൾ മറന്നുപോകും. അപ്പോ അന്താരാഷ്ട്ര കൃഷ്ണാവബോധ സമിതി എന്ന് പറയുന്നത് ഈ ഒരു ഭഗവത്ഗീതയെ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ പ്രാവർത്തികമാക്കണം എന്ന് പഠിപ്പിക്കുന്ന ഒരു പ്രസ്ഥാനം. ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യവുമല്ല. നിങ്ങൾക്ക് അറിയാവുന്ന അതേ ഭഗവത്ഗീത തന്നെ എങ്ങനെയാണ് പ്രാക്ടിക്കലി, അതായത് പ്രാവർത്തികമാകും. ഒരു ജ്ഞാനം എന്ന് പറയുന്നത് നമ്മൾ പ്രാക്ടിക്കലി അപ്ലൈ ചെയ്താൽ മാത്രമേ നടക്കുകയുള്ളൂ, അല്ലേ? അല്ലെങ്കിൽ പിന്നെ അതിന് പ്രയോജനമില്ല. നമ്മളുടെ കയ്യിൽ ഒരുപാട് പുസ്തകം കാണും, ഒരുപാട് നമ്മൾ പഠിച്ചിട്ടുണ്ടാകും. പക്ഷെ അതൊന്നും എന്ത് ചെയ്തില്ലെങ്കിൽ, പ്രാവർത്തികമാക്കിയില്ലെങ്കിൽ അതുകൊണ്ടുള്ള ഒരു പ്രയോജനം കിട്ടാതെ പോകും. ഈ ജ്ഞാനം എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ ബുക്ക് പോലെയല്ല. ഒരു ഭൗതികമായിട്ട് പഠിക്കുന്ന ഒരു ഫിസിക്സോ കെമിസ്ട്രിയോ അല്ലെങ്കിൽ ബയോളജിയോ, അല്ലെങ്കിൽ ഞാൻ പഠിച്ചതുപോലെ MBBS MSc അങ്ങനെയുള്ള പുസ്തകങ്ങളൊന്നും അതിനെ തട്ടിച്ചു നോക്കാൻ പറ്റില്ല ഈ പുസ്തകം എന്ന് പറയുന്നത്. ഇത് ഒരു പ്രത്യേകതയുള്ള ബുക്കാണ്. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ഈ ഭഗവത്ഗീതയുടെ സീരിയസ് സ്റ്റുഡൻസ് ആണ് എന്ന് എനിക്കറിയാം. ആ ഭഗവത്ഗീതയെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നും അറിയാം. അപ്പൊ നമുക്ക് ഈ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ഒന്ന് ചുരുക്കത്തില്, രത്ന ചുരുക്കത്തില് നമുക്ക് 1-ാമത്തെ അധ്യായത്തിൽ എന്താണ്, കാരണം എല്ലാവരും എല്ലാ ആഴ്ചയും വരുന്ന ആൾക്കാരല്ല, എന്നാലും എന്താണ് നിങ്ങൾ പഠിച്ചത് എന്ന് ചെറുതായിട്ട് ഒന്ന് ആദ്യം പറഞ്ഞിട്ട് നമ്മൾക്ക് 38-ാമത്തെ ശ്ലോകമാണ് 39. അതെ, 39-ാമത്തെ ശ്ലോകമാണ് നിങ്ങൾക്ക് ഇനി വായിക്കേണ്ടത്.
ഇതിന്റെ തുടക്കം വന്നിട്ട് നമുക്ക് ചെറിയൊരു പ്രാർത്ഥനയോട് കൂടി ചെയ്യാം. ഇപ്പൊ എല്ലാവരും കീർത്തനം ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് ഇത് അറിയാമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതിന്റെ കൂടെ പാടുക. ഇല്ല എന്നുണ്ടെങ്കിൽ ഏറ്റുപാടുമ്പോൾ അതിന്റെ കൂടെ ചെയ്യും. ഓക്കെ. ജയ രാധ മാധവ കുഞ്ച വിഹാരി गोपी जन वल्लभा गिरिवरधारी जय राधा माधव कुंज विहारी गोपी जन वल्लभा गिरिवरधारी जय राधा माधव कुंज विहारी गोपी जन वल्लभा गिरिवरधारी जय राधा माधव कुंज विहारी गोपी जन वल्लभ गिरिवरधारी यशोदा 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 यमुना तीरवनचारी यमुना तीरवनचारी जय राधा माधव कुंज विहारी गोपी जन वल्लभ गिरिवरधारी जय राधा माधव कुंज विहारी गोपी जन वल्लभ गिरिवरधारी हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम राम हरे 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 कृष्ण 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 हरे 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 राम 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 हरे हरे कृष्ण कृष्ण हरे 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 राम राम हरे हरे जय कृष्ण बलराम जय कृष्ण बलराम कृष्ण बलराम जय कृष्ण बलराम कृष्ण बलराम जय कृष्ण बलराम जय गौरानिताय जय गौरानिताय गौरानिताय जय गौरानिताय 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 जय गौरानिताय जय जय प्रभुपाद प्रभुपाद जय जय प्रभुपाद ഇത് നാളെ കാലത്ത് 8 മണിക്ക് എന്താന്ന് അറിയാം. ലീവിനെ ലീവ് ഇത് 8 മണിന്റെ അല്ല ലീവ് മീറ്റിംഗ് ആടിക്കട്ടാ. गुरुदेव जय जय गुरुदेव जय गुरुदेव ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो
ഭഗവതേ വാസുദേവായ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിന്നിതി നാമിനി. നമസ്തേ സരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണി നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാരിണി. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗര ഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ശ്ലോകം വായിക്കാം. ഒന്നാമത്തെ അധ്യായം 39ാമത്തെ ശ്ലോകം. കുലക്ഷയേ പ്രണശ്യന്തി കുലധർമാ സനാതനാ ധർമ്മേ നഷ്ടേ കുലം കൃത്സ്നം അധർമ്മോഭിഭവത്യുതഃ. കുലക്ഷയേ പ്രണശ്യന്തി കുലധർമാ സനാതനാ ധർമ്മേ നഷ്ടേ കുലം കൃത്സ്നം അധർമ്മോഭിഭവത്യുതഃ. കുലക്ഷയേ പ്രണശ്യന്തി കുലധർമാ സനാതനാ ധർമ്മേ നഷ്ടേ കുലം കൃത്സ്നം അധർമ്മോഭിഭവത്യുതഃ. ആരെങ്കിലും വായിക്കുന്നു? കുലക്ഷയേ പ്രണശ്യന്തി കുലധർമാ സനാതനാ ധർമ്മേ നഷ്ടേ കുലം കൃത്സ്നം അധർമ്മോഭിഭവത്യുതഃ. കുലക്ഷയേ കുലധർമാ സനാതനാ ധർമ്മേ നഷ്ടേ കുലം കൃത്സ്നം അധർമ്മോഭിഭവത്യുതഃ. വംശം നശിക്കുന്നതോടുകൂടി ഏറെക്കാലമായി പുലർത്തിപ്പോന്ന കുലധർമ്മങ്ങൾ നശിക്കുന്നു. അങ്ങനെ ധർമ്മം നശിക്കുമ്പോൾ വംശത്തിൽ ശേഷിക്കുന്നവർ അധാർമിക കൃത്യങ്ങളിൽ ഏർപ്പെടും. ഭാവാർത്ഥം: കുടുംബാംഗങ്ങളെ വേണ്ടും വണ്ണം വളരാനും ആത്മീയ മൂല്യങ്ങൾ നേടാനും സഹായിക്കുന്ന അനേകം മതാചാര വിശേഷങ്ങൾ വർണ്ണാശ്രമ വ്യവസ്ഥയിൽ ഉണ്ട്. ജനനം മുതൽ മരണം വരെ തുടരുന്ന ഈ ശുദ്ധീകരണ പ്രക്രിയകൾ തലമുതിർന്നവരുടെ ചുമതലയിൽ നടത്തുന്നു. അവരെല്ലാം മൃതിയടഞ്ഞാൽ ശുദ്ധീകരണത്തിന് വേണ്ടിയുള്ള കുടുംബ ആചാരങ്ങൾ നിലച്ചേക്കാം. ശേഷിച്ച ഇളം തലമുറക്കാർ അധാർമിക സ്വഭാവം കൈക്കൊള്ളുകയും അങ്ങനെ ആത്മീയ മുക്തിക്കുള്ള അവസരം നഷ്ടപ്പെടുത്തുകയും ചെയ്തേക്കും. അതുകൊണ്ട് വംശപിതാക്കൾ ഒരിക്കലും വധാർഹരല്ല. എന്താണ് ഇവിടെ ഭഗവത്ഗീതയിലെ ആദ്യത്തെ അധ്യായത്തില് എന്താ ഇത്രയും നേരം സംഭവിച്ചത്? യുദ്ധം സമാഗതമായി. അങ്ങനെ മഹാഭാരത യുദ്ധം തുടങ്ങുന്ന സമയത്ത് ധൃതരാഷ്ട്രനും സഞ്ജയനും, ധൃതരാഷ്ട്രന്റെ അന്ധനായതുകൊണ്ട് യുദ്ധത്തിൽ പങ്കെടുക്കാൻ പറ്റില്ല. രാജാവ് അദ്ദേഹം കൊട്ടാരത്തിലാണ്. വ്യാസദേവന്റെ ശിഷ്യനായ സഞ്ജയൻ അദ്ദേഹത്തിന്റെ കൂടെ ഇരുന്ന് കുരുക്ഷേത്ര യുദ്ധക്കളത്തിൽ നടക്കുന്ന കാര്യങ്ങൾ ഇവിടെ നിന്ന് അദ്ദേഹത്തിന് വർണ്ണിച്ചു കൊടുക്കുകയാണ്. വ്യാസദേവന്റെ അനുഗ്രഹത്താൽ സഞ്ജയന് അവിടെ നടക്കുന്ന കാര്യങ്ങൾ യഥാർത്ഥത്തിൽ കാണാൻ സാധിക്കുകയും അങ്ങനെ ഇവിടെ വിവരിച്ചു കൊടുക്കുകയുമാണ്. അപ്പോൾ ഈ ഒരു വിവരണത്തിൽ നിന്നാണ് ഭഗവത്ഗീത തുടങ്ങുന്നത്. ധൃതരാഷ്ട്രർ ചോദിക്കുന്നു, എന്റെ മക്കളും പാണ്ഡുവിന്റെ മക്കളും. രണ്ട് ഡിഫറൻസിയേഷൻ അവിടെ എന്ത് ചെയ്യുന്നു? ധൃതരാഷ്ട്രർ തന്നെ ആദ്യം നടത്തുന്നു. അതായത് എന്റെ മക്കളും പാണ്ഡുവിന്റെ മക്കളും എന്ന്. ഒരേ ഫാമിലിയിലുള്ള ആൾക്കാരാണ്. അവര് ഒരു സഹോദരന്മാരുടെ പുത്രന്മാരാണ്. ഇവര് രണ്ടുപേരും രണ്ട് വംശത്തിലുള്ള ആൾക്കാരോ രണ്ട് ഭൂഖണ്ഡത്തിലുള്ള ആൾക്കാരോ ഒന്നുമല്ല. ഇവര് ഒരേ കുടുംബത്തിലുള്ള ആൾക്കാരാണ്. പക്ഷെ എന്നിട്ടും ധൃതരാഷ്ട്രർ പറയുന്നു എന്റെ മക്കളും പാണ്ഡുവിന്റെ പുത്രന്മാരും. ആ ഒരു വ്യത്യാസം ധൃതരാഷ്ട്രർക്കുള്ളത് കൊണ്ട്, ദുര്യോധനൻ ഉള്ളത് കൊണ്ട്, അവിടെയുള്ള കുരുവംശത്തിലുള്ള മിക്കവാറും എല്ലാവർക്കും ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കാനും കാരണം. അപ്പൊ അങ്ങനെ അവിടെ നടക്കുന്ന യുദ്ധത്തിന്
ഇദ്ദേഹം അവിടെ നിന്ന് വിവരിക്കുന്നു. അവർ ചോദിക്കുന്നു അവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്. അപ്പൊ പറയുകയാണ്, യുദ്ധം തുടങ്ങാറായി. ദുര്യോധനൻ വന്നിട്ട് എല്ലാവരെയും കാണുകയാണ്. ദുര്യോധനൻ ചെന്ന് ഓരോ ആൾക്കാരെയും കാണുന്നു. ദ്രോണാചാര്യരെ കാണുന്നു, ഭീഷ്മ പിതാമഹനെ കാണുന്നു. എന്നിട്ട് ദ്രോണാചാര്യരോടും ഭീഷ്മ പിതാമഹനോടും പ്രത്യേകം പറയുന്നു, അർജുനനും മറ്റ് പാണ്ഡവരും നിങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ട ആൾക്കാരാണ്. പക്ഷേ ഇപ്പൊ നിങ്ങൾ എന്റെ പടയിലെ മുഖ്യ നായകന്മാരാണ്, ഭീഷ്മ പിതാമഹനും ദ്രോണാചാര്യരും. അതുകൊണ്ട് എന്ത് ചെയ്യണം? എന്റെ കൂടെ നിൽക്കണം. അത് മാത്രമല്ല, നിങ്ങൾക്ക് അവരോട് ചെറിയ ഒരു ചായ്വുണ്ട് എന്ന് എനിക്കറിയാം. കാരണം ദുര്യോധനന് തന്നെ അറിയാം ദുര്യോധന അധർമ്മിയാണ്. ധർമ്മിഷ്ഠനായ ഭീഷ്മരും അവരുടെ ഗുരുവായ ദ്രോണാചാര്യരും ഒക്കെ അങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരുടെ കൂടെ ആയിരിക്കും നിൽക്കുക? ധർമ്മിഷ്ഠരായിട്ടുള്ള പാണ്ഡവരുടെ കൂടെ ആയിരിക്കും. ന്യായം അവരുടെ ഭാഗത്താണ് ദുര്യോധനനും അറിയാം. പക്ഷേ ആ ഒരു അഹങ്കാരം കാരണം, അല്ലെങ്കിൽ എല്ലാം കൈയടക്കി വെക്കണം എന്നുള്ള ആ ഒരു വിചാരം കാരണം ആർക്ക് ദുര്യോധനൻ ഒന്നും വിട്ടുകൊടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ദുര്യോധനൻ എന്ത് ചെയ്യുന്നു? ശരിയാണ്, നിങ്ങൾക്ക് അവരോട് പ്രത്യേക മമത ഉണ്ടായിരിക്കാം. കാരണം അവർക്ക് അച്ഛനില്ല, അമ്മ മാത്രമേ ഉള്ളൂ. വിധവയായ അമ്മ അവരെയും കൊണ്ട് തിരികെ കൊട്ടാരത്തിലെത്തിയപ്പോൾ ഇവരെ വളർത്തിയത് ആരാണ്? ഈ ഭീഷ്മ പിതാമഹൻ തന്നെയാണ്. അതുകൊണ്ട് പിതാമഹനും ദ്രോണരോടും ഭീഷ്മ പിതാമഹനോടുമാണ് ആര് പറയുന്നത്? ദുര്യോധനൻ പറയുന്നത് അവര് വന്നിട്ട് അവരുടെ ബലം എന്ന് പറയുന്നത് പര്യാപ്തമാണ്, ചെറുതാണ്. ഭീമന്റെ നേതൃത്വത്തിൽ അവര്, നമ്മളുടെ അക്ഷൗഹിണി പട എന്ന് പറയുന്നത് അവരെക്കാൾ വളരെ എന്താണ് ബലത്തിൽ കൂടിയതും ആൾക്കാരിൽ കൂടിയതുമാണ്. അതുകൊണ്ട് എല്ലാവരും വന്നിട്ട് എന്ത് ചെയ്യണം? പൂർണ്ണമായിട്ടുള്ള ഇതിനോടുകൂടി എന്താണ് യുദ്ധം ചെയ്യണം. എന്നിട്ട് പേരെടുത്ത് പറയുന്നു, കുറെ പടനായകന്മാരുടെ പേരൊക്കെ എടുത്ത് പറയുന്നു. ഇതുപോലെയുള്ള വലിയ വലിയ ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ട്. എന്നിട്ട് അപ്പുറത്തെ കൂട്ടരുടെ കാര്യവും പറയുന്നു. അതിനകത്ത് കുറച്ച് ആൾക്കാരുടെ പേര് പറഞ്ഞിട്ട് അവരും ഈ പ്രകാരം വന്നിട്ട് എന്ത് ചെയ്യുന്നു? യുധിഷ്ഠിരന്റെ കൂടെ നിന്ന് പട നയിക്കാൻ പോകുന്നു. എന്നിട്ട് ഈ ഭീഷ്മ പിതാമഹനും ദ്രോണരും വന്നിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആൾക്കാരായതുകൊണ്ട് എല്ലാവരും ദ്രോണാചാര്യരോട് പറയുകയാണ്, നിങ്ങൾ എല്ലാവരും അദ്ദേഹത്തിനെ പ്രൊട്ടക്ട് ചെയ്യണം. മഹാഭാരതത്തിൽ നടക്കുന്ന ആ ഒരു മഹാഭാരത യുദ്ധത്തിന്റെ ആ സമയത്ത് നടക്കുന്ന ഈ ഒരു വിവരണം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കാണുന്നത് എൻട്രി ഓഫ് ദി ഹീറോ. ആരാണ്? ഭഗവാൻ വരുന്നു. എന്താണ് നമ്മൾ സിനിമയിലൊക്കെ കാണുന്നത് പോലെ, എന്താണ് തമിഴ് സിനിമയിലൊക്കെ കാണും, വലിയൊരു കാറ് വന്ന് ഇറങ്ങും, അതിനകത്ത് ഡോർ തുറക്കും, ആദ്യം ഒരു മൂട്ടിട്ട കാല് താഴെ വരും, എന്നിട്ട് സൂം ചെയ്യും ഹീറോവിനെ. അതേപോലെ എന്താണ് പറയുന്നത്? തഥാ ശ്വേതൈർ ഹയൈർ യുക്തേ, അതായത് ശ്വേതവർണ്ണത്തിലുള്ള കുതിരകൾ പൂട്ടിയ രഥത്തിൽ വന്നിട്ട് പാണ്ഡവനായ ആര്? അർജുനനും മാധവനും. ആരാണ്? അർത്ഥസാരഥി. ഭഗവാൻ എന്താ അവിടെ കാര്യം? ഭഗവാൻ വന്നിട്ട് യുദ്ധത്തിൽ പങ്കെടുക്കുന്നില്ലല്ലോ. ഭഗവാൻ വന്നിട്ട് രണ്ടുപേരുടെ അടുത്തും ഈക്വൽ ആയിട്ട് ഒരു ദിവസം ഇവര് വന്ന് രണ്ടുപേരും വന്ന് ഭഗവാന്റെ കാലത്തിൽ സഹായത്തിന് അഭ്യർത്ഥിച്ചു. നാരായണസേന നീ കൊണ്ടുപോകുമെന്ന് പറഞ്ഞിട്ട് ആർക്ക് കൊടുത്തു? ദുര്യോധനെ കൊടുത്തു. ഞാൻ മാത്രമേ ഉള്ളൂ, വേണമെങ്കിൽ നിനക്ക് എന്നെ സ്വീകരിക്കാമെന്ന് പറഞ്ഞ അർജുനൻ ഭഗവാനെ സ്വീകരിച്ചു. പക്ഷേ ദുര്യോധനൻ അതുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷത്തിനാണ്. മഹാനാരായണ സേനയൊക്കെയാണ് കിട്ടിയിരിക്കുന്നത്. കാരണം തോൽക്കാൻ ഒരിക്കലും സാധ്യതയില്ലാത്ത സേനയൊക്കെയാണ്. പക്ഷെ എന്നിട്ടും അർജുനൻ വളരെയധികം വിശ്വാസത്തോടു കൂടി ഭഗവാൻ എന്ത് ചെയ്യുന്നു? സ്വന്തം ഭക്തന്റെ സാരഥിയായിട്ട് വരുന്ന ഭഗവാനെയാണ് ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. നോക്കൂ, ആരെങ്കിലും ഹീറോനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. വളരെയധികം പവർഫുൾ ആയിട്ടുള്ള ഒരു ഹീറോയിനെ എല്ലാവരെയും അടിച്ച് നിലംപരിശാക്കുന്ന തരത്തിലല്ലേ എല്ലാ സിനിമയിലും വന്നിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ ഒരു ഡ്രൈവറായിട്ട് വരുന്ന ഹീറോയിനെയാണ് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ അർജുനൻ എന്ത് ചെയ്യുന്നു? ഭഗവാന് നിർദ്ദേശം കൊടുക്കുന്നു. എന്താണ് കൊടുക്കുന്നത് നിർദ്ദേശം? രഥം സ്ഥാപയമേ അച്യുത, അല്ലയോ അച്യുത, ചുതി പറ്റാത്തവൻ. എന്താണ് ചുതി പറ്റാത്തവൻ എന്ന് വിളിക്കാൻ കാരണം? ഭഗവാൻ തന്റെ വാക്ക് പാലിക്കുന്നതിൽ നിന്ന് ഒരിക്കലും പിന്നോട്ട് പോവുകയില്ല. അദ്ദേഹത്തിന്റെ വാക്ക് എന്ന് പറയുന്നത് സത്യവാക്ക് എന്നാണ് അദ്ദേഹത്തിന് പറയുന്നത്. ആ വാക്ക് അദ്ദേഹം ഒരു തവണ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റുകയേ ഇല്ല. അതുകൊണ്ടാണ് ഒരിക്കലും ചുതി പറ്റാത്തവൻ, കളങ്കമേൽക്കാത്തവൻ, അല്ലെങ്കിൽ തെറ്റ് പറ്റാത്തവൻ എന്ന് ആ പേര് ഭഗവാൻ മാത്രമേ ചേരുകയുള്ളൂ. കാരണം എല്ലാ ജീവാത്മാക്കളുടെയും 4 ഡെഫിസിറ്റ്സിനകത്ത് ഒരെണ്ണം നമ്മൾക്ക് വീഴ്ച പറ്റുക എന്നുള്ളതാണ്. ഇല്യൂഷൻഡ് ആകുക, അല്ലെങ്കിൽ മോഹവലയത്തിലാകുക, വീഴ്ച പറ്റുക, കുറ്റം കണ്ടുപിടിക്കുക, ഇതൊക്കെ ആരുടെ ഗുണങ്ങളാണ്? ജീവാത്മാവിന്റെ ഗുണങ്ങളാണ്. പക്ഷെ ഭഗവാൻ ആ ഗുണങ്ങളില്ല. ഭഗവാൻ വന്നിട്ട് അച്യുത എന്ന് വിളിക്കും. അപ്പൊ അച്യുതനോട് പറയുന്നു, ഈ 2 രഥത്തിന്റെയും സേനയുടെയും സേനയോർ ഉഭയോർ മധ്യേ രഥം സ്ഥാപയമേ അച്യുത. എന്തിനാണ്? എനിക്ക് കാണണം. യുദ്ധോത്സുകരായിട്ട് എന്നോട് പൊരുതാൻ വേണ്ടി വന്നിരിക്കുന്ന ആ അതിക്രമികളായിട്ടുള്ള ആൾക്കാർ ആരാണെന്ന് എനിക്ക് കാണണം എന്ന് പറഞ്ഞു.
അപ്പോ ഭഗവാൻ ഓക്കെ ഡൺ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, ഈ രഥത്തെ കൊണ്ടുവന്ന് രണ്ട് സേനയുടെയും മധ്യത്തിൽ നിർത്തുന്നു. അർജുനൻ ആദ്യം ഭയങ്കര വാലറായിട്ടാണ് പോകുന്നത്. ഗാണ്ഡീവധാരിയായ അർജുനൻ, പേര് കേട്ട വില്ലാളി വീരൻ, ദ്രോണാചാര്യരുടെ ശിഷ്യന്മാരുടെ ഏറ്റവും മുന്തിയവൻ, ആരെയും യുദ്ധത്തിൽ തോൽക്കും. ഈവൻ ദുര്യോധനന് പോലും അർജുനനോട് ഒരു കടപ്പാടുണ്ട്. ഒരു ദിവസം അർജുനൻ രക്ഷിച്ചിട്ടുണ്ട് ദുര്യോധനനെ, ആരുടെ കുറച്ച് ആൾക്കാരുടെ അക്രമത്തിൽ നിന്ന് രക്ഷിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു കടവും കൂടിയുണ്ട്. എന്നിട്ടും ഈ അർജുനൻ അവിടെ ഒരു പ്രത്യേകത സംഭവിച്ചു. അർജുനന് അങ്ങനെ സംഭവിക്കാൻ പാടില്ല. പക്ഷെ അർജുനൻ ആ സമയത്ത് എന്ത് സംഭവിച്ചു? അർജുനൻ മുന്നിലുള്ള ആൾക്കാരെ എല്ലാം കാണും. പിന്നിലുള്ള ആൾക്കാർ ആരാന്ന് അർജുനൻ അറിയാം. ഇവിടെ മുന്നിലുള്ള ആൾക്കാര് ആദ്യം യുദ്ധത്തിന് മുന്നേ അർജുനൻ പ്രതീക്ഷിച്ചത് ഇവരെല്ലാം വന്നിട്ട് എന്താണ് അധർമ്മത്തിന് കൂട്ടുനിൽക്കുന്ന ആരാണ്, ആ ആൾക്കാരാണ്. ആ കാഴ്ചപ്പാട് അർജുനന്റെ മാറിയില്ല. പക്ഷെ അവിടെ ആരെയാണ് കാണുന്നത്? സ്വന്തം ഗുരുവിനെ, പിതാമഹനെ, പുത്രന്മാരുടെ രൂപത്തിലുള്ള, അതായത് ദുര്യോധനന്റെ പുത്രന്മാർ എന്ന് പറയുന്നത് സ്വന്തം ദുര്യോധനനോട് ശത്രുത ഉണ്ടെങ്കിലും അർജുനന് ദുര്യോധനന്റെ പുത്രന്മാരോട് ശത്രുത ഒന്നുമില്ല. അവർക്ക് അഭിമന്യുവിനെ പോലെ തന്നെയാണ് അവർക്ക് അർജുനന് അഭിമന്യുവിനെ പോലെ തന്നെയാണ് അവരൊന്നും അർജുനനോടൊന്നും ചെയ്തിട്ടില്ല. ഈ ദുര്യോധനൻ എന്ന് പറയുന്ന വ്യക്തി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സഹോദരന്മാര് ചെയ്ത ആ ഒരു കുറ്റത്തിന് ഈ കുട്ടികളെ ശിക്ഷിക്കേണ്ട ആവശ്യമില്ല, അല്ലെ? അപ്പൊ അവരെല്ലാം കൂടെ നിൽക്കുന്നു, ദ്രോണാചാര്യര് നിൽക്കുന്നു, ഇവരെല്ലാം നിൽക്കുന്ന കണ്ടപ്പോ അർജുനൻ എന്ത് സംഭവിച്ചു? അർജുനൻ ശാരീരിക അവബോധത്തിന് അടിമപ്പെട്ടു പോയി എന്നാണ്. അർജുനന് പറ്റിയ തെറ്റ് എന്താണ് ഇല്യൂഷൻ? അർജുനന്റെ ഇല്യൂഷൻ എന്തായിരുന്നു? അർജുനൻ ശാരീരിക അവബോധത്തിന് പെട്ടു. ഞാൻ ഈ ശരീരമാണ്, എന്റെ ശരീരത്തോട് ബന്ധപ്പെട്ട ആൾക്കാരാണ് ഈ മുമ്പിൽ നിൽക്കുന്നത്. ധർമ്മത്തിനെ കുറിച്ചോ അവർ ചെയ്തിരിക്കുന്ന ക്രൂരതയെ കുറിച്ചോ അവർ ഇത്രയും നാളും അർജുനനോട് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ പാണ്ഡവരോട് ചെയ്തിരിക്കുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചോ ഒന്നും അല്ല അർജുനൻ അപ്പൊ ചിന്തിച്ചത്. ആ ഒരു സന്ദർഭത്തില് അർജുനൻ ചിന്തിച്ചത് എന്താണ്? ശാരീരിക അവബോധം. ഞാൻ എന്റെ ശരീരം എന്റേതുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു ജീവാത്മാവിനെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന വികാരം ഇതാണെന്നാണ് ഈ ഭഗവത്ഗീത ശ്ലോകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകും. എന്താണ്? നമ്മൾ യഥാർത്ഥത്തിൽ ആരാണ്? ഭഗവാന്റെ അംശങ്ങളാണ്. ഭഗവാനെ എന്താ വിളിക്കുക? സത്ത് ചിത്ത് ആനന്ദ രൂപം എന്നാണ് വിളിക്കുന്നത്. എന്താണ് അതിന്റെ അർത്ഥം? സത്, എറ്റേണൽ നോളജ് ആൻഡ് ബ്ലിസ്, ഇതാണ് അതിന്റെ അർത്ഥം. സത് ചിത് ആനന്ദ. എറ്റേണിറ്റി എന്ന് പറഞ്ഞാൽ അനശ്വരമായ, ചിത്ത് എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും കുറിച്ചും അറിവുള്ളത്, ആനന്ദം എന്ന് പറഞ്ഞാൽ എന്നെന്നും നിലനിൽക്കുന്ന ആനന്ദമുള്ളവൻ. ഇത് വന്നിട്ട് ഭൗതിക ലോകത്തിലുള്ള എന്തെങ്കിലും കാര്യവുമായിട്ട് നമുക്ക്, അല്ലെങ്കിൽ ഭൗതിക ലോകത്തിൽ ഈ ഒരു കാര്യം എക്സിസ്റ്റ് ചെയ്യും. സത്ത് ചിത്ത് ആനന്ദം എവിടെ മാത്രമേ എക്സിസ്റ്റ് ചെയ്യത്തുള്ളൂ? നമ്മളുടെ അതായത് നിലനിൽപ്പ് നോക്കും. നമ്മളുടെ നിലനിൽപ്പ് തുടങ്ങുന്നത് എവിടെയാണ്? ജനിച്ചു വീഴും. ഒരു ടൈം ഫ്രെയിം ഉണ്ടെന്ന്. ജനിച്ചു വീഴുമ്പോ തുടങ്ങും, നമ്മൾ വളരും, വിവാഹം കഴിക്കും, ബൈ പ്രോഡക്ട്സിനെ ഉണ്ടാക്കും, നമുക്ക് വയസ്സാകും, ക്ഷയിക്കും, മരിക്കും. ഈ ഒരു ടൈം ഫ്രെയിമിനകത്ത് മാത്രമേ നമ്മുടെ നിലനിൽപ്പുള്ളൂ. അപ്പൊ സത്തം നമ്മളെ വിളിക്കാൻ പറ്റുമോ ഇപ്പൊ? ഇല്ല. ചിത്ത്, അറിവ്, നമ്മൾ ABCD മുതൽ തുടങ്ങും, PhD എടുക്കും, എല്ലാം എടുക്കും, അവസാനം 70ാമത്തെ വയസ്സിൽ ഒരു MCA സ്ട്രോക്ക് വരും, മൊത്തം മറന്നുപോകും. പേര് പോലും എന്താണ് പേരെന്ന് ചോദിക്കുമ്പോഴേക്കും പേര് ഓർത്തെടുക്കാൻ വിഷമിക്കുന്ന ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അത്രയും വലിയ പ്രൊഫസർ ആയിരിക്കും, പക്ഷെ ആ സമയത്ത് സ്വന്തം പേര്, ഭക്ഷണം കഴിക്കുന്നത് എങ്ങനെയാണ്, എന്താണ് നിങ്ങളുടെ വീട്, നിങ്ങളുടെ ഭാര്യയുടെ പേരെന്താണ്, മക്കളുടെ പേരെന്താണ്, ഇതുപോലും മറന്നു പോകുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ആ നോളജ് എറ്റേണൽ ആണോ? ചിത്ത് എന്ന് പറയുമോ? ഇല്ല. ഇനി ബ്ലിസ് അല്ലെങ്കിൽ ആനന്ദം വിചാരിച്ചു. എന്താനന്ദമാണ് ഇവിടെ പെർമനന്റ് ആയിട്ടുള്ളത്? ഒരു സാധനം നമ്മളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 10 ദിവസം നമുക്ക് അതിനകത്ത് ഇൻട്രസ്റ്റ് കാണും. അത് കഴിയുമ്പോൾ അത് പഴയതാകും. ഒരു പുതിയ ചുരിദാർ വാങ്ങിച്ചാൽ 10 ദിവസം നമ്മൾ അതിനെ തേച്ച് മിനുക്കി നന്നായിട്ട് ഉണക്കിയൊക്കെ എടുത്ത് ഇട്ടുകൊണ്ട് പോകും. പക്ഷെ അത് കുറച്ചു നേരം കഴിയുമ്പോഴത്തേനും അതിന്റെ നിറം മങ്ങും, തീരും. അതുകൊണ്ട് പുത്തൻ തീരും. ഒരു കാറ് വാങ്ങിക്കും, സ്ക്രാച്ച് വരുമ്പോഴത്തേനും അത് പഴയതായി പോകും. ഫോൺ വാങ്ങിക്കും, താഴെ വീണ് അതിന്റെ ചില്ല് പൊട്ടുമ്പോഴേക്കും പഴയതായി പോകും. ഇതെല്ലാം വന്നിട്ട് എന്താണ്? ടെമ്പററി ആണ്. അതുകൊണ്ട് സത്ത് ചിത്ത് ആനന്ദം എന്ന് പറയുന്ന കാര്യം ഭൗതിക ലോകത്തിൽ എന്തില്ല? നിലനിൽക്കില്ല. ഭഗവാനെ സത്ത് ചിത്ത് ആനന്ദൻ എന്ന് വിളിക്കും, സച്ചിദാനന്ദൻ. അതിന്റെ ഡിഫൈൻ, അതായത് അതിനെ പിരിച്ചാണ് നമ്മൾ സത്ത് ചിത്ത് ആനന്ദം എന്ന് വിളിക്കുന്നത്. പക്ഷെ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, നമ്മൾ സത്ത് ചിത്ത് ആനന്ദ സ്വഭാവമുള്ള ആൾക്കാർ തന്നെ ആണെന്നാണ് ഭഗവാൻ പറയുന്നത്.
നിങ്ങൾ എന്റെ അതേ ഗുണമുള്ള ആൾക്കാരാണെന്ന് പറയും. യു ആർ മൈ സെപ്പറേറ്റഡ് എനർജീസ്. എന്നിൽ നിന്നും വിഭിന്നമായിട്ടുള്ള അംശങ്ങളാണ് നിങ്ങൾ, ജീവാത്മാക്കൾ എന്ന് പറയുന്നു. അപ്പൊ നമുക്കും ആ ക്യാരക്ടർ അല്ലായിരുന്നു? ആയിരുന്നു. പിന്നെ എന്തുകൊണ്ടാണ് നമുക്ക് ഇപ്പൊ സത്യചിത്ത ആനന്ദം ഇല്ലാത്തത്? പറയാമോ ആർക്കെങ്കിലും? ഈ സത്യചിത്ത ആനന്ദം എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് മാത്രമേ നിലനിൽക്കത്തുള്ളൂ. ആധ്യാത്മിക ലോകത്തിലാണ് ഈ എറ്റേണിറ്റി നോളജും ബ്ലിസ്സും സത്യം ചിത്തും ആനന്ദം നിലനിൽക്കുന്നത്. നമ്മൾ അവിടെ ആയിരുന്നു, നമ്മൾ ആ ഗണത്തിൽ പെടുമായിരുന്നു. പക്ഷേ എപ്പോഴാണോ നമ്മൾ അവിടെ നിന്നും കീഴെ വന്നത്, അല്ലെങ്കിൽ വീണത്, എവിടേക്ക്? ഭൗതിക ലോകത്തിലേക്ക് വീണത്, നമ്മള് എന്തായി മാറി? ശരീരം സ്വീകരിച്ചു. നിങ്ങൾ കേട്ടിട്ടുണ്ടാവൂല്ലേ ആദം ഹൗവ. എന്താണ് മറ്റേ പിന്നെ വിലക്കപ്പെട്ട കനി ഭക്ഷിച്ചത് ഈ സെയിം എക്സാമ്പിൾ ആണ്, ഉദാഹരണമാണ്. അവിടെ സ്വർഗത്തില് അവർക്ക് എന്തുണ്ടായിരുന്നില്ല? ശാരീരിക അവബോധം ഉണ്ടായിരുന്നില്ല. അവർക്ക് വസ്ത്രം ഉണ്ടായതായിട്ട് ബൈബിളിൽ പറയുന്നില്ല. ആദ്യത്തെ സമയത്ത് അവർക്ക് വസ്ത്രമില്ല, അവർക്ക് നാണവുമില്ല, അവർക്ക് ലജ്ജയില്ല. അവര് വളരെയധികം സന്തോഷത്തോടെ ഇരിക്കുകയായിരുന്നു. ഒരു കാര്യം മാത്രം അവരോട് ചെയ്യരുതെന്ന് പറഞ്ഞു, ആ വിലക്കപ്പെട്ട കനി ഭക്ഷിക്കരുതെന്ന് പറഞ്ഞു. അപ്പോ എന്താണെന്നറിയാമോ വിലക്കപ്പെട്ട കനി? നമ്മുടെ ഫ്രീ വിൽ, സ്വാതന്ത്ര്യമുണ്ട്. എല്ലാ ജീവാത്മാവിനും ഒരു സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എന്താണ്? ഈ സ്വാതന്ത്ര്യം എന്ന പദത്തിന്റെ അർത്ഥം എനിക്ക് ഇഷ്ടപ്പെട്ടത് ചെയ്യാനുള്ള തീരുമാനം എടുക്കാനുള്ള കഴിവ്, അതാണ് സ്വാതന്ത്ര്യം. ഭഗവാൻ വന്നിട്ട് ഒരു ഹിറ്റ്ലർ അല്ല, അല്ലെങ്കിൽ ഒരു ഏകാധിപതി അല്ല. ഭഗവാൻ അവിടെ എല്ലാ ജീവാത്മാക്കളും അദ്ദേഹത്തെ സ്നേഹിച്ച് സന്തോഷത്തോടെ അദ്ദേഹത്തോടൊപ്പം കളിച്ച് ചിരിച്ച് നടക്കുന്നതാണ് ഇഷ്ടം. പക്ഷെ അവരെ ഒരിക്കലും നിർബന്ധിച്ച് നീ എന്നെ സ്നേഹിക്കുന്നു ഭഗവാൻ പറയൂല. എന്താണ് കാരണം? അങ്ങനെ നിർബന്ധിച്ച് സ്നേഹിക്കാൻ വേണ്ടിയിട്ട് അത് പരിപൂർണമായിട്ടും സ്നേഹിക്കാൻ പറ്റൂല. ആർക്കെങ്കിലും ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടിയെ ഇഷ്ടപ്പെടുന്നു, നിർബന്ധിച്ചിട്ട് അവളെ കൊണ്ട് സ്നേഹിപ്പിക്കാൻ പറ്റുമോ? ഇല്ല. അല്ലെങ്കിൽ അവനെ കൊണ്ട് സ്നേഹിപ്പിക്കാൻ പറ്റുമോ? ഇല്ല. അത് വോളണ്ടറി ചെയ്യേണ്ടതാണ്. ജീവാത്മാക്കളും അതുപോലെ വോളണ്ടറി ആണ് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ഒരു ഫ്രീ വിൽ എന്ന് പറഞ്ഞ ഒരു സാധനമുള്ളത്. ഫ്രീ വിൽ എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യം. ആ വിലക്കപ്പെട്ട കനി എന്താണെന്ന് അറിയുമോ? സ്വാതന്ത്ര്യം. ഈ സ്വാതന്ത്ര്യം എന്ത് ചെയ്തു? ഭഗവാൻ വന്നിട്ട് അവിടെ എന്ത് ചെയ്യുന്നു? ആനന്ദത്തോടെ നടക്കുന്നു. ഞാൻ എന്തുകൊണ്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് ആനന്ദത്തിന് വേണ്ടി ശ്രമിച്ചുകൂടാ എന്നുള്ള ആ ഒരു അവസ്ഥയാണ് ഈ ഫ്രീ വിൽ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾക്ക് ചൂസ് ചെയ്യാനുള്ളതുണ്ട്. എന്താണ്? 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന്, ഭഗവാന്റെ കൂടെ നിൽക്കാം. രണ്ട് തനിയെ ഭഗവാൻ ആകാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ ശ്രമിക്കാം. പക്ഷേ എന്ത് സംഭവിച്ചു? ആ വിലക്കപ്പെട്ട കനിയിൽ നമ്മൾ ചൂസ് ചെയ്തത് ഇതാണ്, രണ്ടാമത്തെ ഓപ്ഷൻ. എന്താണ്? ഞാൻ ഈശ്വരൻ ആകാൻ ശ്രമിക്കാം. അതായത് എനിക്ക് അദ്ദേഹത്തെ പോലെ ആകാൻ വേണ്ടി ശ്രമിക്കുക. ഇത് എല്ലാ ജീവാത്മാവിനും ഉള്ള ഒരു കുഴപ്പമാണ്. അപ്പൊ ഇതെന്ത് സംഭവിച്ചു? ഇത് സ്വീകരിക്കുമ്പോൾ പിന്നെ അവിടെ നിൽക്കാൻ പറ്റൂല. കാരണം അവിടുത്തെ ഏറ്റവും ആനന്ദത്തോടു കൂടി ജീവിക്കുന്ന ആ ഒരു അവസ്ഥയിൽ ഇതുപോലെ ഒരു ചെറിയ ഒരു ഫ്രിക്ഷൻ അല്ലെങ്കിൽ ഒരു അസഹ്യത വരുമ്പോ, നോർമലി ഒരു വീട്ടില് ഒരു അച്ഛൻ മകൻ ഇവരെല്ലാരും ഉണ്ട്, സന്തോഷത്തോടെ ഇരിക്കുന്നു. മകൻ അച്ഛനെ അനുസരിക്കാൻ താല്പര്യമില്ല. മകൻ ആ വീട്ടിൽ താമസിക്കാൻ പറ്റുമോ? മീൻസ് അയാൾ താമസിക്കുന്നുവെങ്കിലും സന്തോഷത്തോടെയാണോ അയാൾ അവിടെ താമസിക്കുക? ഇല്ല. അയാൾ അവിടെ നിന്ന് എന്തായാലും മാറിപ്പോകും. അച്ഛനുമായിട്ട് സ്വരച്ചേർച്ച ഇല്ലെങ്കിൽ അവിടെ നിൽക്കാൻ പറ്റില്ല. അതുപോലെ ഈ ജീവാത്മാക്കളെല്ലാം എന്ത് സംഭവിക്കുന്നു? നമ്മളെ പോലെയുള്ള ആൾക്കാര് അവിടെ വെച്ച് ഭഗവാനോട് സ്വരച്ചേർച്ച ഇല്ലാത്തത് കൊണ്ട് വേറെ ഒരു സ്ഥലം തിരഞ്ഞെടുത്തു. ഭഗവാൻ നമ്മളെ ഉപേക്ഷിച്ച് കളയത്തില്ല. നമ്മൾ അവിടെ ആയിരുന്ന സമയത്ത് ഭഗവാന്റെ പ്രിയപ്പെട്ടവരായിരുന്നു. എന്നാൽ നമ്മൾ അദ്ദേഹത്തിനോട് റിബൽ ചെയ്തപ്പോ, അതായത് അതിനെതിരായിട്ട് പ്രവർത്തിക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോ, എന്നാ പിന്നെ നീ എവിടെയെങ്കിലും പോയി നശിക്കുന്നു പറഞ്ഞിട്ട് ഭഗവാൻ നമ്മളെ ഉപേക്ഷിച്ച് കളയുന്നു? ഇല്ല. നമ്മൾക്ക് പ്രവർത്തിക്കാൻ, അല്ലെങ്കിൽ നമ്മൾക്ക് ശരി നീ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇല്ലാതെ നിനക്ക് ആനന്ദിക്കാൻ പറ്റുമോ എന്ന് നീ ഒന്ന് ശ്രമിച്ചു നോക്കൂ എന്ന് അങ്ങനെ ആ ഒരു പ്രവർത്തന മണ്ഡലവും കൂടി നമുക്ക് തരുന്നത് ആരാണ്? ഭഗവാൻ തന്നെയാണ്. ആ പ്രവർത്തന മണ്ഡലമാണ് ഭൗതിക ലോകം എന്ന് പറയുന്നത്. 84 ലക്ഷം ജീവി വിഭാഗങ്ങൾ ഉണ്ട് എന്നാണ് പറയുന്നത്. ജലജ നവലക്ഷാണി സ്ഥാവര ലക്ഷവിംശതി ത്രിമയോ രുദ്രസംഖ്യക പക്ഷിണാം ലക്ഷലക്ഷണം ത്രിംശലക്ഷാണി പാശവ ചതുർലക്ഷാണി മാനവ. ഇങ്ങനെ 84 ലാഖ് സ്പീഷീസ് ഉണ്ട്. ഈ സ്പീഷീസ് എല്ലാം ഓരോരോ ശരീരം. ആ ശരീരത്തിലെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു? കറങ്ങി നോക്കുന്നു. ഇന്ന് മനുഷ്യനായി ജനിക്കും, നാളെ നമ്മളുടെ അവബോധം അനുസരിച്ച് നായയാകാം, പന്നിയാകാം, പുലിയാകാം,
കടുവയാകാം, പുഴുവാകാം, ചിത്രശലഭ ആകാം, പ്ലാന്റ് ആകാം, എന്ത് വേണമെങ്കിലും ആകാം. പക്ഷേ ജീവാത്മാവ് ഭഗവാന്റെ അംശമാണ്. ഈ ഓരോരോ ശരീരത്തിലും അദ്ദേഹം എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? പന്നിയുടെ ശരീരത്തിൽ നമ്മൾ ആനന്ദിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. എങ്ങനെയാണ് ആനന്ദിക്കുന്നത്? ആഹാര, നിദ്ര, ഭയ, മൈഥുനം. 4 കാര്യങ്ങൾ സ്ഥിരം എല്ലാവർക്കും ഒരേപോലെയാണ്. ആഹാര, നിദ്ര, ഭയ, മൈഥുനം ച സാമാന്യം ഏതത് പശുഭിർ നരാണാം. എല്ലാ ജീവജാലങ്ങളും ഇത് തന്നെയാണ് ചെയ്യുന്നത്. ഒരർത്ഥത്തിൽ നമ്മൾ സൊഫിസ്റ്റിക്കേറ്റഡ് ആനിമൽ ആണെന്ന് പറയും. ഒരു ഉയർന്ന രീതിയിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആനിമൽസ് ആണെന്ന് പറയും. പക്ഷെ എന്ത് സംഭവിക്കുന്നു? ഇത്രയധികം ജന്മങ്ങൾ നമ്മൾ എടുത്തിട്ടും ഇതെല്ലാം ചെയ്തിട്ടും നമുക്ക് ഈ പറഞ്ഞ പ്രകാരം സത്ത് ചിത്ത് ആനന്ദം എന്ന് പറയുന്ന ആ കണ്ടീഷനെ നമ്മൾ അനുഭവിക്കുന്നില്ല. അതാണ് നമ്മുടെ യഥാർത്ഥത്തിലുള്ള ആനന്ദം, എറ്റേണിറ്റി, നോളജ്. ഇതില്ലാതെ ഒരിക്കലും ജീവാത്മാവിന് തൃപ്തിയും വരില്ല. അതാണ് പ്രശ്നം. ജീവാത്മാവിന് തൃപ്തി വരണമെങ്കിൽ അതിപ്പോ ഒരു പിന്നെ മത്സ്യം, അതിന് തൃപ്തി വരണമെങ്കിൽ എന്ത് ചെയ്യണം? വെള്ളത്തിനകത്ത് തന്നെ കിടക്കണം. അതിനെ പിടിച്ച് കരയിലിട്ട് കഴിഞ്ഞാലോ അത് ശ്വാസം മുട്ടി ചത്തുപോകും. അതേപോലെയാണ് ജീവാത്മാവ്. നമ്മുടെ നാച്ചുറൽ പൊസിഷൻ എന്താണ്? ജീവേര സ്വരൂപ കൃഷ്ണേര നിത്യദാസ്. ഇതാണ് സ്വരൂപം. എന്താണ്? കൃഷ്ണന്റെ ദാസനായിരിക്കുക, അല്ലെങ്കിൽ ഈശ്വരന്റെ ദാസനായിരിക്കുക എന്നുള്ളതാണ് നമ്മളുടെ സ്വരൂപം. നമ്മളെ പിടിച്ച് ഭൗതിക ലോകത്തിൽ ഇട്ടിട്ട് ഈ ഈശ്വരനാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ എന്താ ചെയ്യുന്നത്? ഈശ്വരാഹം, സിദ്ധാഹം, ഭോക്താഹം എന്ന് പറഞ്ഞിട്ട് ഈ അഹം ഭാവത്തെ വന്നിട്ട് എന്ത് ചെയ്യാൻ പോവുകയാണ്? നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി പലതരത്തിൽ ശ്രമിക്കുകയാണ്. നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് വഴി, നമ്മളുടെ ഇന്ദ്രിയ സുഖഭോഗങ്ങൾ നിർവഹിക്കുന്നത് വഴി, മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നത് വഴി, എന്റെ വീട്, എന്റെ കുട്ടി, എന്റെ അച്ഛൻ, എന്റെ അമ്മ, എന്റെ ജോലി, എന്റെ ഓഫീസ്, എന്റെ കാറ്, എന്റെ ഫോൺ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ അഹം ഭാവത്തെ എന്ത് ചെയ്യാൻ പോവുകയാണ്? സാറ്റിസ്ഫൈ ചെയ്യാൻ ശ്രമിക്കുകയാണ്. പക്ഷെ എത്ര തന്നെ ശ്രമിച്ചാലും ആനന്ദം ഇല്ലാതെ ജീവാത്മാവിന് പറ്റൂല. നിങ്ങൾ എത്ര തന്നെ നിങ്ങൾ ശ്രമിച്ചോളൂ, ഈ ആനന്ദം ടെമ്പററിയാണ്, ഈ നിലനിൽപ്പ് ടെമ്പററിയാണ്, ഈ നോളജും ടെമ്പററിയാണ്. നീ എന്ത് ചെയ്യും? ഇതാണ് അർജുനൻ ഇവിടെ പറ്റിയത്. അർജുനൻ എന്താ വിചാരിക്കുന്നത്? ഇതൊക്കെ എന്റെ പിതാമഹൻ, എന്റെ ഗുരു, എന്റെ, കാരണം ആ ഇമ്പോർട്ടൻസ് ആർക്കാ അവിടെ? എനിക്കാണ് ആക്ച്വലി ഇമ്പോർട്ടൻസ്. എന്നോട് ബന്ധമില്ലായിരുന്നെങ്കിൽ ഇത് കണക്കാക്കത്തില്ലായിരുന്നു. എന്തുകൊണ്ടാണ് നമ്മൾ എന്റെ വീട്, എന്റെ ഭർത്താവ്, എന്റെ ഭാര്യ, എന്റെ മക്കൾ, എന്റെ രാജ്യം, എന്റെ കേരളം എന്നൊക്കെ പറയുന്നത്? ഞാൻ അമേരിക്കക്കാരിയായിരുന്നെങ്കിൽ എന്റെ കേരളം എന്ന് പറയും ഇല്ല. കാരണം അവിടെ ആർക്കാ ഇമ്പോർട്ടൻസ്? എനിക്കാണ്. അഹംഭാവം എന്ന് പറയുന്നത് അത്ര ഡീപ്പാണ്. നമ്മൾ വിചാരിച്ചു നോക്കണം. നമ്മൾ ഭയങ്കര സെൽഫ്ലെസ് ആണ്, നിസ്വാർത്ഥരാണെന്നൊക്കെ ചിലപ്പോൾ നമ്മൾ പറയില്ല. നമ്മളുടെ സ്വാർത്ഥത എന്ന് പറയുന്നത് ആഴത്തിൽ നമ്മളുടെ ജീവാത്മാവിന്റെ ഉള്ളിൽ വേരൂന്നി വെച്ചേക്കാണ്. അതിന്റെ ഏറ്റവും ഡീപ്പായിട്ടുള്ള സാധനം എന്റെ ശരീരമാണ്, ഞാൻ ഈ ശരീരമാണ് എന്ന് വിശ്വസിക്കുന്നതാണ്. അതാണ് അർജുനനും പറ്റിയത്. അപ്പൊ അർജുനൻ പറയുന്നു, എന്റെ മുന്നിൽ നിൽക്കുന്ന ആൾക്കാരെല്ലാം വന്നിട്ട് പ്രായത്തിൽ മുതിർന്ന ആൾക്കാരാണ്. പ്രായത്തിൽ മുതിർന്ന ആൾക്കാരെ, ഗുരു, പിന്നെ ആരാണ്? പിതാമഹന്മാർ, ഇവരെയൊക്കെ വധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? എന്താണ് 39ാമത്തെ ശ്ലോകം പറഞ്ഞത്? കുലക്ഷയെ, അതിന് മുമ്പിലത്തെ ശ്ലോകം, യദ്യേപ്യേതേന പശ്യന്തി ലോഭോ അപഹത ചേതസഃ കുലക്ഷയകൃതം ദോഷം മിത്രദ്രോഹേ ച പാതകം. 37. കഥം ന ജ്ഞേയം അസ്മാഭി പാപാദസ്മാൻ നിവർത്തിതും കുലക്ഷയകൃതം ദോഷം പ്രപശ്യത്തിർ ജനാർദ്ദന. എന്താണ് കുലക്ഷയകൃതം? ഞാനിപ്പോ യുദ്ധം ചെയ്ത് ഇവരെല്ലാം കൊന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? കുലമേ നശിച്ചു പോകും. കാരണം മുതിർന്ന ആൾക്കാർ നശിച്ചു പോയാ ഇനി വരുന്ന തലമുറയ്ക്ക് നല്ലത് പറഞ്ഞു കൊടുക്കാൻ ആരാ ഉള്ളത്? നമുക്ക് ഇപ്പം വളരെയധികം പ്രാവർത്തികമാണെന്ന് തോന്നുന്ന കാര്യവും ഇതാണ്. ആലോചിച്ച് നോക്കൂ. നമ്മളുടെ ചെറുപ്രായത്തിൽ നമ്മളുടെ സൺഡേ സ്കൂളിലെ ടീച്ചർമാരെ എന്ത് പഠിപ്പിച്ചു തന്നു? ഈ ഭഗവത്ഗീത പഠിപ്പിച്ചു തന്നു. ആ ഒരു ആഭിമുഖ്യം നമുക്കുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ഭഗവത്ഗീത ക്ലാസ് വിളിക്കുമ്പോൾ നമ്മളെല്ലാരും വരുന്നത്. ഭഗവത്ഗീത എന്താണെന്ന് നിങ്ങൾക്ക് അറിയാവുന്നത് കൊണ്ട് നിങ്ങളുടെ കുട്ടികളോടോ ചെറുമക്കളോടോ പറഞ്ഞു നോക്കും. അവർക്ക് താല്പര്യം ഉണ്ടാകാൻ വല്ല വഴിയുമുണ്ട്. കാരണം എന്താണ്? അവർക്ക് അതിനെക്കുറിച്ച്, അതിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് അറിയില്ല തന്നെ. അതാണ് ഇവിടെ പറയുന്നത്. ഈ കുലധർമ്മം എന്ന് പറയുന്നത്, അർജുനൻ പറയുന്നു കുലക്ഷയെ പ്രണശ്യന്തി, കുലം നശിച്ചാൽ കുലധർമ്മങ്ങൾ നശിക്കുന്നു എന്ന്. ഒരു ജീവാത്മാവിന് അത്യാവശ്യം വേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ആധ്യാത്മിക ബോധമാണ് എന്ന് പറയും. അതായത്
എന്താണ് നമ്മളുടെ പ്രശ്നം? ഡിസീസ്, അസുഖം. ഞാൻ ശരീരമാണ് എന്ന് വിചാരിക്കുന്നതാണ്. ഇതിന്റെ ട്രീറ്റ്മെന്റ് എന്താണ്? ഞാൻ ആത്മാവാണെന്ന് മനസ്സിലാക്കുന്നതാണ്. അസുഖം എന്താണ്? ഞാൻ ശരീരമാണ് എന്ന് വിചാരിക്കുന്നത്. യഥാർത്ഥത്തിൽ എന്താണ്? ഞാൻ ആത്മാവാണ്. ഇത് രണ്ടും തമ്മിൽ ഒരേ ഒരു വ്യത്യാസമേ ഉള്ളൂ. ഈ ബോധത്തിൽ നിന്നും ആ ബോധത്തിലേക്ക് പോവുക. അതിനുള്ളതാണ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. അതായത് നമ്മളുടെ അസുഖം പിടിച്ച അവസ്ഥയിൽ നിന്നും എങ്ങോട്ട് പോകണം? സുഖമായിട്ടുള്ള അവസ്ഥ. അതായത് നമ്മളുടെ ഇപ്പോഴത്തെ സത്ത് ചിത്ത് ആനന്ദം ഇല്ലാത്ത അവസ്ഥയിൽ നിന്നും സത്ത് ചിത്ത് ആനന്ദം ഉള്ള അവസ്ഥയിലേക്ക് പോകണം. വ്യത്യാസം അത്രേ ഉള്ളൂ, ബോധത്തിലുള്ള വ്യത്യാസം. ബോധം, അതായത് ഇപ്പൊ എന്റെ ബോധം എന്താണ്? ഞാൻ എന്റെ ശരീരമാണ്, ഈ കാണുന്നതെല്ലാം എന്റെയാണ്, ഇതെല്ലാം വന്നിട്ട് എന്റെ മധ്യസ്ഥതയിൽ അല്ലെങ്കിൽ എന്റെ നേതൃത്വത്തിലാണ് നടക്കുന്നത്. ഞാനില്ലെങ്കിൽ ഇവിടെ ഒന്നും നടക്കില്ല. ഇതാണ് ഇപ്പൊ നമ്മൾ വിചാരിക്കുന്നത്. എന്തെങ്കിലും ഒരു ക്ലാസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നമ്മുടെ ഒരു കാര്യത്തിന് വേണ്ടി, ലേഡീസ് ആണെങ്കിൽ പ്രത്യേകിച്ചും നമ്മുടെ ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ പുറത്തിറങ്ങാൻ പോയാൽ ഞാനില്ലെങ്കിൽ ഇനി ഇവരൊക്കെ എന്റെ ഭർത്താവും മക്കളും ഒക്കെ എന്ത് ചെയ്യും എന്ന് ചിന്തിച്ചിട്ട് ചിലപ്പോൾ നമ്മളൊന്നും ചെയ്യൂല. നമ്മൾ പുറത്തേ പോകൂല, ചിലപ്പോൾ അവിടെ തന്നെ ഇരിക്കും. അത് തെറ്റിദ്ധാരണയാണ്. ഞാൻ എന്ന് പറയുന്ന വ്യക്തി അവിടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അതൊക്കെ നടന്നോളും. പക്ഷെ നമ്മൾ എന്താണ്, അത്രയധികം നമ്മൾ അറ്റാച്ച്ഡ് ആയതുകൊണ്ട് ഈ ആസക്തിയാണ് പ്രശ്നം. ഇത് കേട്ടിട്ട് നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത്. അത് വേണ്ടാന്ന് പറയല്ല ഞാൻ ചെയ്യുന്നത്. ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. ഈ ഒരു ചിന്ത എന്ന് പറയുന്നത് എല്ലാ ആൾക്കാർക്കും ഉണ്ട്. അത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാം ഉണ്ട്. ഒരു ജീവാത്മാവിന്റെ പ്രത്യേകത അതാണ്. കാരണം ശരീരത്തോട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളെയും എന്ത് ചെയ്യുന്നു ആൾക്കാര് അത്രയ്ക്ക്. ഇതാണ് അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത്. അർജുനന് ഇതേ അറ്റാച്ച്മെന്റ് ആണ്. അർജുനൻ ഭീഷ്മ പിതാമഹനെ കാണുമ്പോൾ എന്റെ പിതാമഹൻ, എന്റെ ഗുരു, എന്റെ പുത്രന്മാർ അല്ലെങ്കിൽ എന്റെ ബന്ധുക്കൾ എന്ന് വിചാരിക്കുന്നു. ഈ ഒരു അറ്റാച്ച്മെന്റ് കാരണം അർജുനന് എന്ത് പറഞ്ഞു പോയി? അർജുനൻ കുലധർമ്മത്തെ പറ്റി ചിന്തിക്കുന്നു. അർജുനൻ കുലധർമ്മത്തെ പറ്റിയാണ് ചിന്തിക്കുന്നത്. അർജുനന്റെ യഥാർത്ഥ ധർമ്മം എന്തുവാണ്? ഭഗവാന്റെ ഇച്ഛ എന്താണോ അത് ചെയ്യുക എന്നുള്ളതാണ് യഥാർത്ഥ ധർമ്മം. പക്ഷെ അർജുനൻ മറന്നുപോയി. എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത്? അത്രയും പാതകം ദുര്യോധനന്മാർ ആതതായിനു, അതായത് അതിക്രമികളാണ് എന്ന് അർജുനൻ തന്നെ പറഞ്ഞു നേരത്തെ ഒരു ശ്ലോകത്തിൽ. എത്രയും പറഞ്ഞിട്ടും അർജുനൻ അതൊന്നും ഓർക്കുന്നില്ല. ദ്രൗപദിയെ വസ്ത്രാക്ഷേപം ചെയ്തതും ഭീമന് വിഷം കൊടുത്തതും അരക്കില്ലത്തിൽ വെച്ച് ചുട്ടുകരിച്ചതും പിന്നെ എന്താണ് ചൂത് കളിച്ച് മൊത്തം എല്ലാം നേടിയതും വനവാസത്തിന് അയച്ചത്, എന്തൊക്കെ കഷ്ടപ്പാട് വരുത്തിയതും അതൊന്നും അർജുനൻ ചിന്തിക്കുന്നില്ല. എന്റെ മുത്തച്ഛൻ, എന്റെ ഗുരു എന്നുള്ള ആ ഒരു ശാരീരിക അവബോധത്തില്, ആ ബന്ധുത്വത്തിന്റെ അറ്റാച്ച്മെന്റിൽ പെട്ടിട്ട് അർജുനൻ ധർമ്മം എന്നുള്ള അധർമ്മിയാണ് ദുര്യോധനൻ. ദുര്യോധനൻ നല്ല ആളാണെങ്കിൽ പിന്നെ ഓക്കെ പോട്ടെ എന്ന് പറയാമായിരുന്നു. ഇതൊന്നും ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ ഈ യുദ്ധം ആവശ്യമേ ഇല്ലായിരുന്നു. പക്ഷെ ഇതെല്ലാം ചെയ്തതിന് ശേഷം ഭൂമുഖത്തെ ഇത്രയധികം അധർമ്മികളുടെ ഒരു കൂട്ടം തന്നെ അർജുനനോട് പടപൊരുതാൻ വരികയാണ്. കൃഷ്ണനാണ് പറയുന്നത്. കൃഷ്ണൻ ആദ്യം ശ്രമിക്കാതിരുന്നില്ല. എല്ലാവരുടെ അടുത്തും ദൂതനും വരെ പോയി. ദുര്യോധനന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, അറ്റ്ലീസ്റ്റ് ചെറിയൊരു 5 ഗ്രാമങ്ങളെങ്കിലും കൊടുക്കും. പക്ഷെ ഇല്ല, സൂചി കുത്താൻ സ്ഥലം കൊടുക്കൂല എന്നാണ് പറഞ്ഞത്. ഇത്രയധികം താഴെ വീണ് അപേക്ഷിച്ചു. ഭഗവാൻ വല്ല ആവശ്യമുണ്ടോ ഇതിന്റെ? ഭഗവാനാണെങ്കിൽ ഒറ്റ നിമിഷത്തിൽ എല്ലാരെയും നശിപ്പിക്കാം. പക്ഷേ ഭഗവാൻ വന്നിട്ട് എന്ത് ചെയ്യുന്നു? ഈ ധർമ്മത്തെ പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ട് തെരഞ്ഞെടുത്ത ആളാരാണ്? ഈ അർജുനനും അർജുനന്റെ കൂടെയുള്ള ആ പാണ്ഡവരും അവരുടെ കൂടെയുള്ള ആൾക്കാരെയുമാണ് ഇതിനു വേണ്ടി തെരഞ്ഞെടുത്തത്. ഇതാണ് അർജുനന്റെ ധർമ്മം. ആ ധർമ്മത്തെ മറന്നിപ്പോ അർജുനൻ എന്ത് ധർമ്മത്തിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്? കുലധർമ്മത്തെ കുറിച്ച്. നോക്കൂ, 2-3 പ്രാവശ്യം പറയും കുലക്ഷയകൃതം ദോഷം, കുലക്ഷയകൃതം ദോഷം എന്ന് 37, 38 ഇതിനകത്ത് എല്ലാം പറയുന്നു അർജുൻ. കുലക്ഷയെ പ്രണശ്യന്തി കുലധർമ്മ. യഥാർത്ഥത്തിൽ ഒരു ജീവാത്മാവ് സ്വന്തം ധർമ്മം മറന്നിട്ട് ടെമ്പററി ധർമ്മത്തെ കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് ഈ ഒരു അവസ്ഥ വരുന്നത്. അർജുനൻ ചിന്തിക്കുന്നത് പോലെ തന്നെയാണ് നമുക്കും സംഭവിച്ചിരിക്കുന്നത്. നമ്മളുടെ യഥാർത്ഥ ധർമ്മം എന്താണ്? ഒരു ജീവാത്മാവ്, ഈ ഒരു ഫാൻ, ഇതിന്റെ ഒരു ലീഫിന്റെ അറ്റത്ത് ഒരു കൊച്ചു സ്ക്രൂ ഇരിപ്പുണ്ട്. ആ സ്ക്രൂവിന്റെ യഥാർത്ഥത്തിലുള്ള ഡ്യൂട്ടി എന്താണ്? അതിനകത്തൊന്ന് വിട്ട് താഴെ കിടക്കുന്നതാണ്? ഇല്ല, അതിനെ കറങ്ങാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് അതിന്റെ യഥാർത്ഥ ഡ്യൂട്ടി. നമ്മൾ ആരാണ്? ഭഗവാന്റെ ഭിന്ന അംശങ്ങളാണ്. നമ്മൾ പൂർണ്ണനായിട്ടുള്ള ഭഗവാനിൽ നിന്നും തൽക്കാലത്തേന് വിട്ടുപോന്നിട്ടുള്ള അംശങ്ങളാണ്. അംശത്തിന്റെ ഡ്യൂട്ടി എന്താണ്? പൂർണ്ണമായതിനെ സേവിക്കുക എന്നുള്ളതാണ്. അതാണ് പറയുന്നത് ഈ ജീവേര സ്വരൂപ പോയി കൃഷ്ണേര നിത്യദാസ്. ഭാഗവതം പറയുന്നു, ധർമ്മ പ്രോചിത കൈത്തവോ അത്ര പരമോ എന്താണ്
ധർമ്മം എന്ന് പറയുന്നത്, നമ്മളുടെ സ്വധർമ്മം എന്ന് പറയുന്നത് ഭക്തി എന്നുള്ളതാണ്. പ്രഭു ആ ശ്ലോകം, ഭക്തിയാണ് സ്വധർമ്മം എന്ന് പറയുന്ന ശ്ലോകം, ഭാഗവത ശ്ലോകം. ധർമ്മപ്രോചിത അല്ല, അത് വേറെ ഒരു ശ്ലോകം. നമ്മുടെ യഥാർത്ഥത്തിലുള്ള ധർമ്മം എന്ന് പറയുന്നത് ധർമ്മം തു സാക്ഷാത് ഭഗവത് പ്രണീതമല്ല. നമ്മളുടെ ധർമ്മം എന്ന് പറയുന്നത് സ്വധർമ്മം എന്ന് പറയുന്നത് ഭഗവാനെ സേവിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ആ പൂർണ്ണനായിട്ടുള്ള വ്യക്തിയിൽ നിന്നും നമ്മൾ ഭിന്നമായിട്ട് വന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ വിഭിന്ന അംശങ്ങളാണ്. ഈ അംശത്തിന്റെ അതാണോ മാതാജി? പ്രഭു അല്ല, ഭാഗവത ശ്ലോകം. ഓക്കെ, നമുക്ക് പിന്നെ പറയാം ഏതാണെന്ന് മറന്നുപോയി, സോറി. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് അതെ, ഈ ഒരു വിഭിന്ന അംശങ്ങൾക്ക് ഈ പൂർണ്ണത്തിനെ എന്ത് ചെയ്യുകയാണ്? സേവിക്കുകയാണ് നമ്മളുടെ കടമ. ഭഗവാൻ അതിന്റെ ആവശ്യമില്ല. ഭഗവാൻ ആത്മാരാമൻ, അദ്ദേഹത്തിന് ആരുമില്ലെങ്കിലും കുഴപ്പമില്ല, അദ്ദേഹത്തിന് ആരും ഇല്ലാതിരിക്കുകയില്ല. അവിടെ എന്താണ്? ആധ്യാത്മിക ലോകത്തിൽ നമ്മളെ പോലെയുള്ളതല്ല, നമ്മളുടെ ഒരു അംശം ഏകാംശേന സ്ഥിതോ ജഗത്ത് എന്നാണ് ഭഗവാൻ പറയുന്നത്. ഭഗവാന്റെ സൃഷ്ടിയില് വളരെ ചെറിയ അംശം മാത്രമേ ഉള്ളൂ നമ്മളെ പോലെയുള്ള ആൾക്കാര് നിലനിൽക്കുന്ന ഈ ഭൗതിക പ്രപഞ്ചം എന്ന് പറയുന്നത്. അതിന്റെ മുക്കാൽ പങ്കും എന്താണ്? ആധ്യാത്മിക ലോകമാണ്. അവിടെയാണെങ്കിൽ ലക്ഷ്മി സഹസ്ര ശത സംഭ്രമ സേവ്യമാനം, ഒരുപാട് ലക്ഷ്മിമാരും ഒരുപാട് ജീവാത്മാക്കളും നിത്യമായിട്ടും അദ്ദേഹത്തെ സേവിക്കുന്നവരുണ്ട്. നമ്മളൊരാൾ ജീവാത്മാ മാറിപ്പോയെന്നും പറഞ്ഞിട്ട് അദ്ദേഹത്തിനൊന്നും സംഭവിക്കില്ല. സംഭവിക്കുന്നത് ആർക്കാണ്? അവിടെ നിന്നിരുന്ന അവസ്ഥ സത്ത് ചിത്ത് ആനന്ദമായിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോ അസത് അചിത്, അതെ, നിരാനന്ദ. ഇങ്ങനെയാണ് അസത് അചിത് നിരാനന്ദ. ഇതാണ് നമ്മളുടെ അവസ്ഥ. ഈ ഒരവസ്ഥ നമ്മൾ എന്ത് ചെയ്തതാണ്? ഭഗവാനിൽ നിന്ന് വിട്ടുപോയത് കൊണ്ടാണ്. അതുകൊണ്ട് നമ്മളുടെ ധർമ്മം എന്ന് പറയുന്നത് തിരികെ ഭഗവാനെ സേവിക്കുക, ആ ഒരു അവസ്ഥയിലേക്ക് തിരിച്ചു പോവുക എന്നുള്ളതാണ്. അപ്പൊ അർജുനൻ വന്നിട്ട് എന്ത് ചെയ്യുന്നു? സ്വന്തം ധർമ്മം, അർജുനന്റെ ധർമ്മം എന്താണ്? ഭഗവാന്റെ ഇച്ഛയ്ക്ക് പ്രവർത്തിക്കുക എന്നുള്ളത്. ഭഗവാന്റെ ഇച്ഛ എന്തുവാണ്? യുദ്ധം ചെയ്യുന്നത് ഭഗവാന്റെ ഇച്ഛയാകാൻ കാരണം എന്താണ്? എന്തുകൊണ്ടാണ് ആ യുദ്ധം ഭഗവാന്റെ ഇച്ഛയാണ്? എന്താണ്? ധർമ്മം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ അവതരിക്കുന്നത്, ഇല്ലേ? എന്താണ്? പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. അപ്പൊ ഈ ധർമ്മം എന്ന് പറയുന്നത് ഭഗവാന്റെ ഇച്ഛയാകുന്നത് ഇത് അധർമ്മികളായിട്ടുള്ള ആൾക്കാരെ ഓവർബർഡൻ ചെയ്ത് ഭൂമിക്ക് ഭാരമായി മാറിയത് കൊണ്ടാണ്. നമ്മൾ ചിലരോട് ചോദിക്കും, നീയൊക്കെ എന്തിനാണ് ജീവിക്കുന്നത് ഭൂമിക്ക് ഭാരമായിട്ടെന്ന് ചോദിക്കും. എന്താണ് ഭൂമിക്ക് ഭാരം എന്ന് പറയുന്നത്? അയാളുടെ ഒരു 50 കിലോ കുറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയുടെ ഭാരം കുറയുമോ? ഇല്ല. അയാളുടെ 50 കിലോ അല്ല പ്രശ്നം, അയാളുടെ ചിന്താഗതി കാരണം അവിടെ നടക്കുന്ന നെഗറ്റീവ് കാര്യങ്ങളാണ് പ്രശ്നം. ആ ഒരു നെഗറ്റിവിറ്റി വന്നിട്ട് മാറ്റിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഫ്ലറിഷ് ചെയ്യും. അതുകൊണ്ടാണ് അധർമ്മം വരുമ്പോ എന്ത് പ്രശ്നം വരുന്നത്? ഭൂമിക്ക് ഭാരം 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 എന്ന് പറയുന്നത്. എപ്പോഴും നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം എന്ന് പറയുന്നത് ഈ ധർമ്മത്തിന്റെ ചുതി സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നത്. മാക്സിമം ചുതി എവിടെ സംഭവിക്കും? കലിയുഗം പ്രോഗ്രസ് ചെയ്യുമ്പോൾ സംഭവിക്കും. നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും നമുക്ക് മനസ്സിലാവുകയും ചെയ്യും ഈ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോ അർജുനന്റെ ഈ ഒരു കുലധർമ്മം എന്ന് പറയുന്നത്, അർജുനൻ എന്തിനാ അപ്പൊ ഇവിടെ കുലധർമ്മ സനാതനം എഴുതിയേക്കുന്നത്? അർജുനൻ പറയുന്നു കുലക്ഷയെ പ്രണശ്യന്തി കുലധർമ്മ സനാതന. എന്താണ് ഈ സനാതന എന്ന പദത്തിന്റെ അർത്ഥം? ശാശ്വതങ്ങൾ. അർജുനൻ എന്താണ് വിചാരിക്കുന്നത്? അർജുനന്റെ ആ ധർമ്മം, അതായത് കുലധർമ്മം എന്ന് പറയുന്നത് സനാതനമാണെന്ന് വിചാരിക്കുന്നു. അത് ശരിയാണോ? അർജുനന്റെ ധർമ്മം കുലധർമ്മമാണെങ്കിൽ അത് സനാതനമാണെന്ന് പറയുന്നു, അത് ശരിയാണോ? അർജുനന്റെ ഇല്യൂഷൻ ആണ് ഇവിടെ കാണിക്കുന്നത്. മോഹത്തിലാണ് അർജുനൻ. എന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഇത് മാത്രമാണ്, അതായത് ഈ പിതാമഹന്മാരെയും ബന്ധുക്കളെയും ഒക്കെ നിലനിർത്തുക, അവർക്ക് നല്ലത് ചെയ്യുക, അല്ലെങ്കിൽ അത് നിലനിർത്തി പോരുക എന്നുള്ളതാണ് എന്റെ ധർമ്മം എന്ന് പറഞ്ഞിട്ട് അർജുനൻ ചിന്തിക്കുകയാണ് ഇതാണ് എന്റെ സനാതനമായിട്ടുള്ള ധർമ്മം. അല്ല, നമ്മളുടെ സനാതന ധർമ്മം എന്ന് പറയുന്നത് എന്താണ്? ഭക്തിയാണ് നമ്മുടെ സനാതന ധർമ്മം. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ നമുക്ക്. ജീവാത്മാവിന് 2 തരത്തിലുള്ള ധർമ്മങ്ങളുണ്ട്. ഒന്ന് അയാളുടെ യഥാർത്ഥ ധർമ്മം. ജീവാത്മാവ് ആ ഈശ്വരന്റെ അംശമായതിനാൽ യഥാർത്ഥ ധർമ്മം എന്ന് പറയുന്നത് ഭക്തി തന്നെയാണ്. രണ്ടാമത്തെ ധർമ്മമാണ് കോണ്ടെക്സ്റ്റുവൽ ധർമ്മം എന്ന് പറയും. എന്ന് വെച്ചാൽ നമ്മള് ശരീരം സ്വീകരിച്ചു,
ഞാൻ ഒരു പ്രത്യേക കുടുംബത്തിൽ ജനിച്ചു. എനിക്ക് അച്ഛൻ, അമ്മ, സഹോദരങ്ങൾ, സഹോദരിമാർ, ഇതെല്ലാം കോണ്ടെക്സ്റ്റുവൽ ആണ്. ആ ജീവാത്മാവ് എവിടെയാണോ ജനിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ആ കുടുംബത്തിൽ അദ്ദേഹം അച്ഛൻ, അമ്മ, സഹോദരൻ, സഹോദരി, ആരോ മക്കൾ, ഭാര്യ, ഭർത്താവ്, ഏത് കുടുംബത്തിലാണോ ഇരിക്കുന്നത് ആ ധർമ്മം എന്ന് പറയുന്നതും ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പോ അതായത് നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലയളവില് അയാൾ ചെയ്യേണ്ട ധർമ്മം എന്ന് പറയുന്നതിനകത്ത് അതും ഉൾപ്പെടും. സ്വധർമ്മം എന്ന് പറയുന്നതിന് 2 തരത്തിലുള്ള അർത്ഥമുണ്ട്. ഏതാണ് ഈ സ്വധർമ്മം? ആദ്യത്തെ സ്വധർമ്മം ഭഗവാനോടുള്ളത്. അതാണ് യഥാർത്ഥത്തിൽ അത് ഏത് ജീവാത്മാവും ഏത് ശരീരം സ്വീകരിച്ചാലും അത് തന്നെയാണ് പരമമായിട്ടുള്ളത്. നമ്മളിപ്പോ ഈ ശരീരം ഉപേക്ഷിച്ചു, എന്നിട്ട് നമുക്ക് എന്ത് കിട്ടി? നമുക്ക് മോക്ഷം കിട്ടിയില്ല എങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ തിരിച്ച് ഭഗവാന്റെ അടുത്തേക്ക് പോയില്ല എങ്കിൽ ഉറപ്പായിട്ടും അടുത്ത ശരീരം നമുക്ക് കിട്ടും. അത് നമ്മുടെ അവബോധം പോലെ ഇരിക്കും. അപ്പൊ നമ്മൾ ഉദാഹരണത്തിന് നമ്മളൊരു നായയുടെ ശരീരം സ്വീകരിച്ചെന്ന് വിചാരിച്ചു, ആ ശരീരത്തിലും അതിന് ചെയ്യേണ്ടതായിട്ടുള്ള ഡ്യൂട്ടി ഉണ്ട്. ഇനി അതും കഴിഞ്ഞിട്ട് നമ്മൾ ഒരു മുഴുവന്റെ ശരീരം സ്വീകരിച്ചെന്ന് വിചാരിച്ചു, അതിലും ജീവാത്മാവിന് ചെയ്യേണ്ട ഡ്യൂട്ടി ഉണ്ട്. ഇതെല്ലാം എന്താണ്? കോണ്ടെക്സ്റ്റുവൽ ആണ്. അതായത് ആ ജീവിതം, ആ ശരീരം സ്വീകരിക്കുമ്പോൾ മാത്രമാണ് അവിടെ അയാൾക്ക് ആ ഒരു ഡ്യൂട്ടി ചെയ്യേണ്ടതായിട്ടുണ്ട്. പക്ഷെ സനാതനമായിട്ടുള്ള, പക്ഷെ ആ ജീവാത്മാവിന് ഈ ശരീരം സ്വീകരിച്ചാൽ, നായയുടെ ശരീരം സ്വീകരിച്ചാലും അയാളുടെ എറ്റേണൽ ധർമ്മം മാറുമോ? ഇല്ല. പുഴുവിന്റെ ശരീരം സ്വീകരിച്ചാൽ എറ്റേണൽ ധർമ്മം മാറുമോ? ഇല്ല. മനുഷ്യന്റെ ശരീരം സ്വീകരിച്ച എറ്റേണൽ ധർമ്മം മാറുമോ? അപ്പൊ ഏതാണ് ഇമ്പോർട്ടന്റ് ധർമ്മം? യഥാർത്ഥത്തിൽ ഭക്തിയാണ് നമ്മുടെ ഇമ്പോർട്ടന്റ് ധർമ്മം. മറ്റതിനെ ഉപേക്ഷിക്കണം എന്നല്ല പറയും. ഇത് നമ്മൾ പരിശീലിച്ചു കഴിഞ്ഞാൽ മറ്റതെല്ലാം നോർമലി നടന്നു. കാരണം ഭക്തന്മാരെന്ന് പറയുന്നത് ആരാണെന്നാണ് ഭഗവാൻ പറയുന്നത്? ഭഗവാൻ പറയുന്നത് ഭക്തന്മാർ എന്ന് പറയുന്നത് ആരാണ്? ഭഗവത്ഗീത വായിച്ചവർ പറയാം. മഹാത്മനസ്തു മാം പാർത്ഥ ദൈവീം പ്രകൃതി ആശ്രിത. കേട്ടിട്ടുണ്ടോ ശ്ലോകം? ഭക്തന്മാരുടെ കാര്യം പറയാണ്, മഹാത്മാക്കളുടെ കാര്യം പറയുകയാണ്. മഹാത്മനസ്തു മാം പാർത്ഥ ദൈവീം പ്രകൃതി ആശ്രിത. 2 തരത്തിലുള്ള പ്രകൃതിയുണ്ട്. ഒന്ന് മായ, രണ്ടാമത്തേത് ദൈവീ പ്രകൃതി. അതാണ് ഭഗവാന്റെ അന്തരംഗ ശക്തിയിൽ ആശ്രയം പ്രാപിച്ചിരിക്കുന്ന ആൾക്കാരാണ് ഭക്തന്മാരെന്ന്. അന്തരംഗ ശക്തിയിൽ ആശ്രയിച്ചിരിക്കുന്ന ഭക്തന്മാർക്ക് നല്ല ഗുണങ്ങൾ ഉണ്ടാകുമ്പോൾ ചീത്ത ഗുണങ്ങളായിരിക്കുമോ ഉണ്ടാകും. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ദൈവീ പ്രകൃതിയിൽ ആശ്രയം പ്രാപിച്ചു കഴിഞ്ഞാൽ ലോകത്തിന് നിങ്ങൾ നല്ലത് ചെയ്യുമോ അതോ അല്ല? രണ്ടാമത്തെ ചോദ്യമേ ചോദിക്കേണ്ട ആവശ്യമില്ല അല്ലെ? ലോകത്തിന് നന്മ ചെയ്യില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പ് എന്ന് വെച്ചാൽ അങ്ങനെ ഒരു സിറ്റുവേഷനേ ഉണ്ടാകുന്നില്ല. കാരണം ഭക്തന്മാർ ഒരിക്കലും ഇനിയൊരു അത് സ്വന്തം ബന്ധുക്കളാവട്ടെ, അപ്പോ ഭക്തന്മാരുടെ സ്വാർത്ഥത മാറും. എന്താണെന്നറിയാമോ? ഇപ്പൊ നിങ്ങൾ ഓരോരുത്തരും ഭക്തന്മാരായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് ആലോചിച്ച് നോക്കൂ. എന്താണ് സംഭവിക്കുക? ഈശ്വരൻ എല്ലാവരുടെയും പിതാവാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കും. അഹം ബീജപ്രദ പിത, അല്ലെ? ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, ഞാനാണ് എല്ലാത്തിനും ബീജം പ്രദാനം ചെയ്യുന്ന പിതാവ്. അപ്പൊ നമ്മൾ എല്ലാവരും എന്തായി മാറും? നമ്മളുടെ ആ ശ്ലോകം നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലേ? വസുധ ഏവ കുടുംബകം. എല്ലാവരും ഒരേപോലെ ആകും. പിന്നെ അടുത്ത ആൾക്കാരോട് തെറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അധർമ്മം ചെയ്യാനോ നിങ്ങൾക്ക് പറ്റുമോ? ഇല്ല. നിങ്ങളുടെ കുടുംബത്തോട് നിങ്ങൾക്ക് തെറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഈ കുടുംബം ഉപേക്ഷിച്ച് പോകണമെന്നൊന്നും ആരും പറയുന്നില്ല. ധർമ്മസ്യ അനുഷ്ഠിത പുംസം, അല്ലെങ്കിൽ എവിടെയാണോ നിങ്ങൾ നിലനിൽക്കുന്നത് അവിടെ നിങ്ങൾക്ക് നിന്നുകൊണ്ട് ഇത് ചെയ്യാൻ പറ്റും. നമ്മൾക്ക് വീട് ഉപേക്ഷിച്ച് പോകേണ്ട ആവശ്യമില്ല, ജോലി ഉപേക്ഷിച്ച് പോകേണ്ട ആവശ്യമില്ല, ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാം നേരെ ചൊവ്വേ നടക്കും. ഇപ്പൊ നമ്മള് ഞാൻ എന്ന് പറയുന്ന അഹങ്കാരത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങള് ഇത് ഭഗവാന്റെ ആണ് എന്നുള്ള അവബോധത്തില് അതിനേക്കാട്ടിലും നന്നായിട്ട് ചെയ്യാൻ പറ്റും. അതാണ് ഭക്തന്മാരാവുമ്പോൾ ചെയ്യുന്ന ഗുണം. നിങ്ങളുടെ മക്കളെ മാത്രമല്ല, ബാക്കിയുള്ള എല്ലാ ജീവാത്മാക്കളെയും നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. ഇപ്പൊ നമ്മൾ സ്വാർത്ഥരായതുകൊണ്ട് അപ്പുറത്തെ കുട്ടിക്ക് എന്റെ കുട്ടിയെക്കാട്ട് 4 മാർക്ക് കൂടുതൽ കിട്ടിയാൽ നമ്മൾ ഇവനെ വഴക്ക് പറയും. നീ എന്ത് അവനെക്കാട്ടിലും കൂടുതൽ മാർക്ക് വാങ്ങിക്കാത്തത്, അല്ലെങ്കിൽ നീ എന്താണ് അത്രയും പഠിക്കാത്തത്? കോമ്പറ്റീറ്റീവ് മെന്റാലിറ്റി വരുന്നില്ല. പക്ഷെ ഭക്തന്മാർ എന്ത് ചെയ്യില്ല. ഭക്തന്മാർക്ക് അറിയാം ഇവനെ വിധിച്ചേക്കുന്നത് എന്താണ്. ഇവൻ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണോ കർമ്മത്തിനനുസരിച്ച് കിട്ടേണ്ടത് അവന് കിട്ടും. സമാധാനമായിട്ടിരിക്കും. അവിടെ വഴക്കും വെക്കാണോ ഉണ്ടാക്കാൻ പോവില്ല. ഒരുപാട് ആങ്സൈറ്റി ഇല്ല, ടെൻഷൻ, സ്ട്രെസ്, ഈ സാധനങ്ങളൊക്കെ നമുക്ക് മാറും. ഭക്തന്മാരാകുന്നത് നല്ലതാണോ ചീത്തയാണോ? നല്ലതാണ്. അസുഖം മാറുന്ന അവസ്ഥയാണ് അല്ലെ? അസുഖം, നമ്മളിപ്പോ അസുഖ അവസ്ഥയിലാണ്. അസുഖം മാറുന്ന അവസ്ഥയിലാണ് എന്ത്? ഈ ഒരു
സത്യചിത്ത ആനന്ദ അവസ്ഥ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ശ്ലോകം എന്താണ് പറയുന്നത്? നമ്മൾ ഒരുപാട് കാട് കടന്നു പോയി അല്ലെ. അപ്പൊ നമുക്ക് തിരിച്ചു വരാം. കുലക്ഷയെ പ്രണശ്യന്തി കുലധർമ്മ സനാതന ധർമ്മേ നഷ്ടേ കുലം കൃഷ്ണം അധർമ്മോ ഹി ഭവത്യുത. അപ്പോ അർജുനൻ ചോദിക്കുന്നു, അർജുനന്റെ ചോദ്യങ്ങളാണ്. അർജുനൻ പലതരത്തില് തന്റെ ആ ഒരു ഈ ഒരു ബാക്കിയുള്ള ശ്ലോകങ്ങൾ, അതായത് 44 ശ്ലോകങ്ങളാണ്, 46 ശ്ലോകങ്ങളാണ് ഈ ചാപ്റ്ററിലുള്ളത്. ഇതിനകത്തെല്ലാം അർജുനൻ ഓരോരോ കാരണങ്ങൾ പറയുകയാണ്. അങ്ങനെ ചെയ്താൽ ഇങ്ങനെ ആകും, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തത് നശിക്കും, അങ്ങനെ നശിച്ചാൽ കുലമേ നശിക്കും, കുലം നശിച്ചാല് പ്രൊട്ടക്ട് ചെയ്യപ്പെടേണ്ട കുട്ടികളും സ്ത്രീകളും വന്നിട്ട് അൺപ്രൊട്ടക്റ്റഡ് ആയി പോകും, അവരെ മറ്റുള്ളവർ ദുരുപയോഗം ചെയ്യും. അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അൺവാണ്ടഡ് സന്തതിമാരുണ്ടാകും. അവര് മൊത്തത്തില് എന്ത് ചെയ്യുകയില്ല, അവർ പിണ്ടോദകത്രയോ ഒന്നും ചെയ്യാതെ മുഴുവൻ കുലമേ നശിച്ചു പോകും എന്നൊക്കെ പറയും. ഇതെല്ലാം എന്തുകൊണ്ടാണ്? അർജുനന്റെ ശാരീരിക അവബോധത്തിൽ നിന്ന്. ഭഗവാൻ ഇതെല്ലാം കേട്ടോണ്ടിരിക്കുകയാണ്. ഭഗവാൻ വിചാരിക്കുന്ന അർജുനൻ ഇത്രയും നല്ല ഭക്തനായിട്ട് എന്തിനാണ് ശാരീരിക അവബോധത്തിൽ പോയത്? എന്തിനാണ് അർജുനൻ ശാരീരിക അവബോധത്തിൽ പോയത്? അർജുനന് ശാരീരിക അവബോധത്തിൽ പോകേണ്ട ആവശ്യമില്ല. കാരണം അർജുനൻ ഭഗവാന്റെ സന്തത സഹചാരിയും അദ്ദേഹത്തിന്റെ ഭക്തനും സുഹൃത്തും ഒക്കെയാണ്. അദ്ദേഹത്തിന് ഒരിക്കലും വീഴ്ച പറ്റാനുള്ള സാധ്യതയില്ല. ഈ വീഴ്ച അർജുനൻ എന്തിനു വേണ്ടി? ഭഗവാൻ അർജുനന് എന്തുകൊണ്ടാണ് ഈ ഒരു വീഴ്ച വരാൻ അനുവദിച്ചത്? നമ്മളെ പോലെയുള്ള ജീവാത്മാക്കൾക്ക് ആവശ്യമുണ്ട് ഭഗവത്ഗീത, അതിനു വേണ്ടിയിട്ട്. കാരണം ഈ ഒരു സംഭവം ഇല്ല, അർജുനൻ എല്ലാം ഭഗവാൻ പറയുന്നതിനനുസരിച്ച് യുദ്ധം ചെയ്ത് എല്ലാം ഫുൾ ഫിനിഷ്ഡ്. ആ ഒരു കുരുക്ഷേത്ര യുദ്ധം എല്ലാം തീർന്ന് അവസാനം എല്ലാം വിജയിച്ചു. ഭഗവത്ഗീത എവിടെ? ബാക്കി വരുന്ന ആൾക്കാർ, നമ്മളെ പോലുള്ള ആൾക്കാര് ഈ കലിയുഗത്തിൽ ഞാനാണ് ഈ ശരീരം, ഞാനാണ് ഇത് എന്റെയാണെന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാർക്ക് പിന്നെ എന്താണുള്ളത്? അതുകൊണ്ടാണ് എന്ത് പറയുന്നത്, വേദങ്ങളുടെ എല്ലാം സാരമായിരിക്കുന്ന ഭഗവത്ഗീത എന്ന് പറയുന്നത് അർജുനൻ എന്ന് പറയുന്ന ആ ഒരു വത്സൻ അല്ലെ. എന്താണ് വത്സന്റെ അർത്ഥം? കുട്ടി, നമ്മുടെ കിടാവ്. വേദങ്ങൾ എന്ന് പറയുന്നത് ഒരു പശുവാണെങ്കിൽ അതിനെ കറന്നെടുക്കുന്ന ഗീത അമൃതം, ദുഗ്ധം, അതായത് പാലാണ് ഭഗവത്ഗീത എന്ന് പറയുന്നത്. ആ പാല് ആരുടെ നേതൃത്വത്തിലാണ് കറന്നെടുക്കുന്നത്? ആ പാല് കറന്നെടുക്കാൻ വേണ്ടിയിട്ട് അർജുനൻ കുട്ടിയായി വർത്തിച്ചതേ ഉള്ളൂ, ഒരു പൈക്കിടാവായിട്ട് വർത്തിച്ചതേ ഉള്ളൂ. നമ്മൾക്ക് വേണ്ടിയിട്ടാണ് ആക്ച്വലി ഭഗവത്ഗീത തന്നിരിക്കുന്നത്. ഒരു ജീവാത്മാവ് എങ്ങനെയാണ് സ്വന്തം ധർമ്മം, കാരണം നിങ്ങൾക്ക് അറിയാം ഈ ഭഗവത്ഗീത ഇനി മുന്നോട്ട് പോകുമ്പോ രണ്ടാമത്തെ ചാപ്റ്ററിൽ ഭഗവാൻ അർജുനന് ജ്ഞാനോപദേശം കൊടുത്തു തുടങ്ങും. പിന്നെ 3, 4, 5, 6 അങ്ങനെ 18 അധ്യായങ്ങളിൽ പടിപടിയായിട്ട് അർജുനൻ വന്നിട്ട് എന്ത് ചെയ്യും? അർജുനൻ അതെല്ലാം മനസ്സിലാക്കും. ആക്ച്വലി ഈ 45 മിനിറ്റ് നേരം അവിടെ നിന്ന് ഇത്രയും ലെക്ചർ അടിക്കേണ്ട പിന്നെ ആവശ്യമൊന്നും ഭഗവാൻ ഇല്ല. അർജുന നീ യുദ്ധം ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അർജുനൻ യുദ്ധം ചെയ്യും. കാരണം അർജുനൻ ഇത്രയും ലെക്ചർ ഒന്നും കേട്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ ഓപ്ഷൻ ആർക്കാണ് തന്നത്? നമ്മൾക്കാണ് ഭഗവാൻ തരുന്നത്. ഈ ഒരു മാനുവൽ എന്ന് പറയുന്നത് നമ്മൾ ശരീരം സ്വീകരിച്ചിരിക്കുന്ന ആൾ പോവാണ്. അതിന് അർജുനൻ ഒരു നിമിത്തം മാത്രമേ ആകുന്നുള്ളൂ. നിമിത്തം മാത്രം ഭവ സവ്യസാചിൻ. യഥാർത്ഥത്തിൽ ഈ ഭഗവത്ഗീത നമുക്ക് വേണ്ടിയിട്ട്, നമ്മൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയിട്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് സമയം 7 മണിയായി. അതുകൊണ്ട് ഈ ഒരു ക്ലാസ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കണം. എല്ലാവർക്കും ഇനി കേൾക്കണം എന്ന് ആഗ്രഹമുണ്ടോ? എങ്കിൽ ഞാൻ ഇനിയും വരാം. ഓക്കെ. അപ്പൊ അടുത്ത ക്ലാസ്സുകളിൽ ഇതിനെക്കാട്ടിലും കൂടുതൽ ഡീപ്പായിട്ട് ഭഗവത്ഗീത ആക്ച്വലി വേഴ്സ് ബൈ വേഴ്സ് വായിച്ച് കണക്ഷൻ മനസ്സിലാക്കി പഠിക്കേണ്ട ഒന്നാണ്. നമ്മൾ ഒരു ശ്ലോകം വായിക്കും, എവിടുന്നെങ്കിലും ഒരു ശ്ലോകം ഇങ്ങനെ ഒരെണ്ണം എടുത്ത് വായിക്കും, അതുകൊണ്ട് കാര്യമില്ല. ഭഗവത്ഗീത വായിക്കണമെങ്കിൽ തുടക്കം മുതൽ അവസാനം വരെ ഈ വേഴ്സും അടുത്ത വേഴ്സും തമ്മിൽ എന്താണ് കണക്ഷൻ എന്ന് മനസ്സിലാക്കി വായിച്ചാലേ പറ്റുള്ളൂ. അപ്പോഴേ അത് എങ്ങനെ പ്രാവർത്തികമാക്കണം നമ്മൾ പഠിക്കുകയുള്ളൂ. നമ്മൾ ഒരു അബറന്റ്ലി ഒരു ശ്ലോകം 6-ാമത്തെ അധ്യായത്തിലെ 6-ാമത്തെ ശ്ലോകം, അല്ല സോറി 7-ാമത്തെ അധ്യായത്തിലെ 6-ാമത്തെ ശ്ലോകം, സൃഷ്ടിയിലെ എല്ലാത്തിന്റെയും ഉറവിടം ഈ 2 ശക്തികളാണ്, ആധ്യാത്മികവും ഭൗതികവുമായി ഇവിടെയുള്ള എല്ലാത്തിന്റെയും ഉത്ഭവവും വിനാശവും ഞാൻ തന്നെ എന്ന് നിശ്ചയമായും അറിയുക. ഒന്ന് മനസ്സിലാവും. പക്ഷേ ഇതിനു മുന്നേ എന്താണ് ഭഗവാൻ പറഞ്ഞത്? എന്ത് കോണ്ടെക്സ്റ്റിലാണ് ഇത് പറഞ്ഞത്? ഇനി എന്താണ് അർജുനൻ പറയാൻ പോകുന്നത്? ഇതെല്ലാം മനസ്സിലാക്കി പഠിച്ചാൽ ഭഗവത്ഗീത നിഷ്പ്രയാസം നമുക്ക് മനസ്സിലാകും. അതിന് എല്ലാവരും എല്ലാ ക്ലാസ്സിലും വരണം. അപ്പൊ നമുക്ക് ഇനിയും കാണാം. ഈ ക്ലാസ് കൊണ്ട് നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അറ്റൻഡ് ചെയ്തത് എല്ലാവർക്കും നന്ദി. ഓൺലൈനിലുള്ള എല്ലാവർക്കും നന്ദി. ഹരേ കൃഷ്ണ.
കേൾക്കും.